35 സ്റ്റാർട്ടപ്സിൽ ഇൻവെസ്റ്റ് ചെയ്ത ഇൻവെസ്റ്റർ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞങ്ങൾ കണ്ടുപിടിച്ചു. ഇന്ദിരാനഗർ ബാംഗ്ലൂരിൽ ഒരാളുണ്ട്, സന്ദീപ് ബാലാജി. ബാലാജി, വെൽക്കം ടു ദ ഷോ. ഐ എം പ്രോബ്ലി ദ വേർസ്റ്റ് ഇൻവെസ്റ്റർ ഇൻ ദ പ്ലാനറ്റ്. ഏറ്റവും കുറവ് സമയത്ത് പണിയെടുത്തിട്ട് ഏറ്റവും കൂടുതൽ ക്യാഷ് ഫ്ലോ ഉണ്ടാക്കുക. ഫണ്ടമെന്റലി ഞാൻ നോക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവർ എന്ത് പ്രോബ്ലമാണ് സോൾവ് ചെയ്യുന്നത്. ഗുഡ് ഫൗണ്ടർ, ഗുഡ് പ്രോഡക്റ്റ്. ആ ഒരു PMF അടുത്ത് വന്നു ഓർ PMF എത്തി, അത് കഴിഞ്ഞിട്ടുള്ള ജേർണി. നിങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞു കട്ട് ദ ഫൗണ്ടർ. ഈ ഫൗണ്ടർ ഇല്ലാണ്ട് ഇതെങ്ങനെ മുന്നോട്ട് പോകും? എങ്ങനത്തെ സ്റ്റാർട്ടപ്സിലാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്? ഇന്ത്യ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യയുടെ 85 to 87% ഓഫ് ഇന്ത്യ ഈസ് അറ്റ് സബ് 12-14,000 rupees a month. നമ്മുടെ ഒരു പോർട്ട്ഫോളിയോ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ 2 എണ്ണം ഊട്ടിയാണെങ്കിൽ ബാക്കിയെല്ലാം ചട്ടിയാൻ കുഴപ്പമില്ല. അടുത്ത 2-4 വർഷത്തിൽ വരാൻ പോകുന്ന കാര്യങ്ങൾ ഭീകരമാണ്. വിച്ച് മീൻസ് നിങ്ങളെ ഓൺലൈൻ ബിസിനസ് പഠിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ 50-ൽ പരം എപ്പിസോഡുകൾ ചെയ്തിട്ടുണ്ട്. എന്നിട്ടും പലരും നമ്മളടുത്ത് ഹെൽപ്പ് ചോദിച്ചു വരാറുണ്ട്. ഇപ്പം അതിനൊരു പെർമനൻറ്റ് സൊല്യൂഷൻ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. താഴെയുള്ള യൂട്യൂബ് ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ വാട്സാപ്പ് നമ്പർ ഉണ്ട്. അവിടെ വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹെൽപ്പ് കിട്ടും. 35 സ്റ്റാർട്ടപ്സിൽ ഇൻവെസ്റ്റ് ചെയ്ത ഇൻവെസ്റ്റർ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞങ്ങൾ കണ്ടുപിടിച്ചു. ഇന്ദിരാനഗർ ബാംഗ്ലൂരിൽ ഒരാളുണ്ട്, ഇൻക്രിമെൻറ്റം എക്സ് പറഞ്ഞ ഗ്രോത്ത് മാർക്കറ്റിംഗ് ഏജൻസി ഫോർ സ്റ്റാർട്ടപ്സ് ആൻഡ് SMBs. അതിൻ്റെ ഫൗണ്ടറായ സന്ദീപ് ബാലാജി. ബാലാജി, വെൽക്കം ടു ദ ഷോ. താങ്ക്സ് ഷാൻ, നൈസ് ടു ബി ഫൈനലി ഓൺ ദ ഷോ. താങ്ക് യു വെരി മച്ച് ഫോർ അക്കോമഡേറ്റിംഗ് us. നമ്മളിത് കുറച്ച് നാളായിട്ട് ഇപ്പം ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഷോ ചെയ്യണമെന്ന്. താങ്ക്സ് ഫോർ കമ്മിങ് ഓവർ. എവിടെ നിന്നാണ് ഈ സന്ദീപ് ബാലാജിയുടെ കഥ തുടങ്ങുന്നത്? അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആവറേജ് എൻജിനീയർ വെൻ ടു സ്റ്റാർട്ട് എ ജോബ് അറ്റ് വിപ്രോ. 5 വർഷം വിപ്രോയിൽ ജോലി ചെയ്തു. MBA ചെയ്തു. കഴിഞ്ഞിട്ട് ലോൺ ഒരുപാടുണ്ടായിരുന്നു, അടച്ചു തീർക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് എഡ്യൂക്കേഷൻ ലോൺ ഉണ്ടായിരുന്നു. ഒബ്വിയസ്ലി ഇൻ്റർനാഷണൽ MBA ആണ് ചെയ്തത്, അതുകൊണ്ട് എഡ്യൂക്കേഷൻ ലോൺ ഉണ്ടായിരുന്നു, അത് അടച്ചു തീർക്കണമായിരുന്നു. അതുകൊണ്ട് ഒരു കൺസൾട്ടിങ് അസൈൻമെൻറ്റ് എടുത്തു. അതൊരു 1-1.25 വർഷം കൺസൾട്ടിങ് അസൈൻമെൻറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു, പൊട്ടത്തരാണോ എന്ന് എനിക്കറിയില്ല, പലതായിരിക്കും വിറ്റിട്ടുണ്ട്. ഇപ്പോൾ വിപ്രോയിലും ബിസിനസ് ഡെവലപ്മെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, കൺസൾട്ടിങ്ങിനും മാനേജിങ് ചാനൽസ് ആയിരുന്നു. അപ്പോൾ വിചാരിച്ച് പല കമ്പനികൾക്ക് വേണ്ടി ബിസിനസ് ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ സെയിൽസ് സപ്പോർട്ട് ചെയ്യാം. അങ്ങനെയാണ് ഒരു 2007 ആക്സിഡൻ്റ് ഓൺടർപ്രണറാണ് ഞാൻ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും ഒരു കോർപ്പറേറ്റ് ലൈഫിൽ നിന്ന് വിട്ടൊരു ഓൺടർപ്രണർഷിപ്പ് ചെയ്യുമെന്ന് ഉദ്ദേശിച്ച ആളല്ല. പക്ഷേ അതിനിടയ്ക്ക് കുറച്ച് ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങൾ നടന്നിട്ടുണ്ടെന്ന് വെച്ചാൽ, ഞാൻ പോയ ഒരു ഇൻ്റർനാഷണൽ ബിസിനസ് സ്കൂളിലാണ്. അപ്പോൾ വളരെയധികം എക്സ്പോഷർ കിട്ടിയായിരുന്നു. അത് നമ്പർ 1. നമ്പർ 2, ആ സമയത്ത് 2005 ഐ ഹാഡ് ആൻ ഓപ്പർച്യൂണിറ്റി. ഈ IIT ബോംബെയിൽ ഒരുപാട് ഇൻക്യുബേറ്റഡ് സ്റ്റാർട്ടപ്സ് ഉണ്ടായിരുന്നു. അപ്പം അവരുടെ കൂടെ ഒരു 3 മാസം ജോലി ചെയ്യാൻ എനിക്കൊരു അവസരം കിട്ടിയായിരുന്നു. ആ സമയത്താണ് എനിക്ക് റിയലൈസ് ചെയ്തത്, നമ്മൾ ഈ MBA അല്ലെങ്കിൽ പവർ പോയിന്റ് വെച്ച് സംസാരിക്കുന്നതിൽ ഒരു അർത്ഥമില്ല. എന്നാലേ കാര്യമുള്ളൂ. കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇറങ്ങി അനുഭവിച്ചിട്ട് എന്താണ് നടക്കുന്നത്, എന്താ നടക്കാത്തത്, ഒരുപാട് റിജക്ഷൻ കിട്ടിയാലേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. അപ്പം ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഒരു ഐഡിയ ഇല്ല എന്താ ചെയ്യേണ്ടതെന്ന്. ഞാൻ MBA പഠിച്ചിട്ടുണ്ട്, അതിനു മുമ്പേ 5 വർഷം വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ ശരിക്കും നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പം എനിക്ക് ഒരു ഐഡിയ ഇല്ല, നമുക്ക് എന്ത് വിൽക്കണം, എങ്ങനെ വിൽക്കണം, അതെല്ലാം. സോ ഞാനും ഐ ബീൻ ത്രൂ എൻ്റെ ഒരു ട്രയൽസ് ട്രിബുലേഷൻസ്. ഈ ഗ്ലോബൽ ഫിനാൻഷ്യൽ ക്രൈസിസ് കണ്ടിട്ടുണ്ട് 2008-2009. ഒരു പൈസ ഒട്ടും ഇല്ലായിരുന്നു, എങ്ങനെ ജീവിക്കണം എന്നും ആ ഒരു റിജക്ഷൻ, സ്വന്തമായിട്ടുള്ള ഇമോഷണൽ ടെർമോയിൽ, ഇതെല്ലാം കണ്ടുവന്ന മനുഷ്യനാണ്. അപ്പം എനിക്ക് അറ്റ്ലീസ്റ്റ് ഒരു വിധത്തിൽ ഒരു കാര്യത്തിൽ എനിക്ക് ഭയങ്കര കൺവിക്ഷനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എപ്പോഴും ആക്റ്റീവായിട്ട് ലേൺ ചെയ്ത മനുഷ്യനാണ്. അപ്പം എനിക്കറിയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്, എനിക്കറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്, ഇന്നും എനിക്കറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം ഞാൻ എപ്പോഴും അത് പഠിക്കണം. എങ്ങനെ പഠിക്കും? അപ്പോൾ അതിപ്പോൾ ബുക്കാവാം, ആൾക്കാരാവാം, ഓരോ സിറ്റുവേഷൻ ആവാം. സോ അത് പഠിച്ച് എൻ്റെ കേസിൽ എനിക്ക് ഒരുമാതിരിപ്പെട്ട് സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ്, ടെക്കിൽ പ്രോഡക്റ്റ്, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളിൽ
വിവരം വെച്ചു. അതിപ്പോൾ ഇത്രയും വർഷം എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് ഇത്രയും വർഷം വിവരം വെച്ചു. ഐ തിങ്ക് എനിക്ക് തോന്നുന്നു 2015-16 സോ ആലോചിച്ച് നോക്കിയേ, 2007 സ്റ്റാർട്ട് ചെയ്തിട്ട് എനിക്ക് തോന്നുന്നു 2015-16 എൻ്റെ സെൽഫ് വർത്ത് മനസ്സിലാക്കുന്നത്. എന്തുകൊണ്ടാണ് ഞാൻ സെൽഫ് വർത്ത് എന്ന് ഞാൻ പറയാം. ഏറ്റവും കുറവ് സമയത്ത് പണിയെടുത്തിട്ട് ഏറ്റവും കൂടുതൽ ക്യാഷ് ഫ്ലോ ഉണ്ടാക്കുക. ദെൻ യു ഹാവ് ഫിഗർഡ് ഔട്ട് ദാറ്റ് യു ഹാവ് സർട്ടൻ എമൗണ്ട് ഓഫ് നോളജ്. അത് ഇത്രയും സമയത്തേക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യു ഹാവ് ഇനഫ് ക്യാഷ് ഫ്ലോ ടു ട്രാവൽ, ഡു വാട്ട് എവർ ഫോർ ദ എക്സ് നമ്പർ ഓഫ് മന്ത്സ്, നമ്പർ ഓഫ് ഇയേഴ്സ്. സോ അതൊരു വലിയ റിയലൈസേഷൻ ആയിരുന്നു. ഓക്കെ, ആൻഡ് ഓബ്വിയസ്ലി ഇപ്പോൾ എല്ലാവരും ഇപ്പം നിങ്ങൾ ഹൈബ്രിഡാണ്. ഞാനിപ്പോൾ ഒരു 2003-4 തൊട്ടേ ഹൈബ്രിഡായിരുന്നു. സോ ഒരുപാട് ഈ ലോകത്ത് നടന്നിരിക്കുന്ന ഷിഫ്റ്റ്സ് എനിക്ക് നേരത്തെ അറിയായിരുന്നു ഇത് വരുമെന്ന്. സോ അങ്ങനെ വന്നു. ഞാൻ ആക്ച്വലി 2010-11 ഒരുപാട് കമ്പനീസിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചു. ഓക്കെ, ഒരു കമ്പനി ഒരു ബിസിനസ് വിറ്റായിരുന്നു, വേറെ ബിസിനസ് ഇറ്റ് ഡിഡ്ന്റ് ഗോ വെൽ. കുറച്ച് പൈസ വെച്ച് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചു. അത് പിന്നെയും ടോപ്പപ്പ് ചെയ്തു, കടമെടുത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ ട്രൈ ചെയ്ത മനുഷ്യനാണ്. ഇപ്പോൾ 2010 തൊട്ട് 12 വരെ ഞാൻ ആക്ച്വലി ഐ എം പ്രോബ്ലി ദ വേർസ്റ്റ് ഇൻവെസ്റ്റർ ഇൻ ദ പ്ലാനറ്റ്. പക്ഷേ അതും എനിക്കൊരു എക്സ്പീരിയൻസ് ആയിട്ട് വന്നു. കഴിഞ്ഞൊരു ഇറ്റ് ഇസ് മേ ബി ആഫ്റ്റർ ലൈക്ക് 6-7 years ഞാൻ തിരിച്ചു വന്നപ്പം വാട്ട് ഈസ് ഇറ്റ് ദാറ്റ് ഐ ഷുഡ് നോട്ട് ഡു എന്ന് എനിക്ക് മനസ്സിലായി. തിരിച്ചു വന്നത് തിരിച്ചു വന്നു? ഐ എം ടോക്കിംഗ് അബൌട്ട് കമ്മിങ് ബാക്ക് ടു ഇൻവെസ്റ്റിംഗ്. ഓക്കെ. സോ ഞാൻ സ്റ്റാർട്ടപ്സിൽ ഇൻവെസ്റ്റ് ചെയ്ത് ആദ്യത്തെ എൻ്റെ ജേർണി ഇസ് 2010 end to 2012. അതിനകത്ത് 70% of what I invested just vanished. Of course, didn't understand risky asset class, this right founders. അപ്പം ആ 2012 തൊട്ട് ഞാൻ ഓൾമോസ്റ്റ് 19-20 വരെ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല. സോ then when I came back and I said no, I should invest in good founders and come back, then I ഒരു ലെവൽ ഓഫ് എക്സ്പീരിയൻസ് ഉണ്ട്. അത് ബിസിനസ് ഓപ്പറേറ്റ് ചെയ്ത് റൺ ചെയ്ത് അല്ലെങ്കിൽ ക്ലയൻസിൻ്റെ വർക്ക് ചെയ്ത് ബാക്കി ഇൻവെസ്റ്റേഴ്സ് ചെയ്യുന്നതെല്ലാം മനസ്സിലാക്കിയിട്ടാണ് ഐ സ്റ്റാർട്ടഡ് ഇൻവെസ്റ്റിംഗ് അഗൈൻ. സോ ഇപ്പം കഴിഞ്ഞ 5-6 വർഷം കൊണ്ട് 5 വർഷം കൊണ്ട് അറൗണ്ട് 35-36 ഡീൽസിൽ ഞാൻ പൈസ ഇട്ടിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ആ ഡീൽസ് പറഞ്ഞാൽ എന്ത് റേഞ്ച് ഓഫ് എത്രയാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യല് നോർമലി? ഒരു റേഞ്ച് ഉണ്ടാവുമോ? സോ എൻ്റെ നോർമൽ ടിക്കറ്റ് സൈസസ് ആർ അബൌട്ട് 3-4 lakhs at the very low end, and at the high end it's about 20-25 lakhs. ഓക്കെ. എങ്ങനത്തെ സ്റ്റാർട്ടപ്സിലാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തത്? So എൻ്റെ I'm unfortunately not a very heavy thesis driven guy. പക്ഷേ B2B SaaS, B2B AI, IoT, some D2C brands, some B2C companies as well. ഓക്കെ. റൈറ്റ്. സോ ഇറ്റ്സ് ഒരു വൈഡ് സ്പ്രെഡാണ്. ഞാൻ ചെയ്തിട്ടില്ലാത്ത കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിത്തിങ് റിലേറ്റഡ് ടു ആഗ്രി, എനിത്തിങ് റിലേറ്റഡ് ടു EV. അത്രമാത്രം തീസിസിലായിരുന്നു. പക്ഷേ ഞാൻ വിചാരിച്ച് ആഗ്രി ഈസ് എ വെരി ഒരു ഫ്രാഗ്മെൻറ്റഡ് സ്പേസ് ആണ്. EV, ഹെവി ക്യാപെക്സ്, ഡിഫെൻസ് ഞാൻ ചെയ്തിട്ടില്ല. സോ അങ്ങനത്തെ കുറച്ച് സ്പേസസ് വേർ ക്യാപെക്സ് ഹൈയാണ്. എനിക്ക് റൈറ്റ് ടു വിൻ ഇല്ല. ജസ്റ്റ് ഒരാൾ പറയുന്നതുകൊണ്ട് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നൊരു മോഡിലുള്ള മനുഷ്യനല്ല. സോ അപ്പോൾ ചില സ്പേസസ് ഐ ഹവ് കംപ്ലീറ്റ്ലി അവോയ്ഡഡ്. ബട്ട് അതർവൈസ് ഐ ഹാവ് ടേക്കൺ എ ലുക്ക് അറ്റ് എ ലോട്ട് ഓഫ് ഡീൽസ്. ഓക്കെ. അപ്പോൾ ഒരു ജനറൽ ഇൻവെസ്റ്റർ എന്ന് പറയാം. ഒരു പ്രത്യേകിച്ച് ഒരു തീസിസ് ഞാനിപ്പോൾ ഈ സെക്ടറിൽ മാത്രമല്ല, ടെക്സ്റ്റ് സെക്ടറിൽ മാത്രമേ ഇൻവെസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചിട്ടില്ല. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ എന്താണ് നോക്കുക? വാട്ട് ഡു യു ലുക്ക് അറ്റ്? ഹൗ ഡു യു ഫൈൻഡ് ദ റൈറ്റ് കമ്പനീസ് ടു ഇൻവെസ്റ്റ് ഇൻ? ദാറ്റ്സ് എ ഗുഡ് ക്വസ്റ്റ്യൻ. സോ ഞാൻ ഈ റൈറ്റ് കമ്പനീസ് എന്ന് ഉദ്ദേശിക്കുന്നത് പലപ്പോഴും ഇൻബൗണ്ട് റിക്വസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നവരാണ്. അവർ ഡയറക്റ്റായിട്ട് അപ്രോച്ച് ചെയ്തിരിക്കുന്നവരാണ്. അല്ലെങ്കിൽ ഒരു സിൻഡിക്കേറ്റ് വഴി വന്ന ഡീൽസ് ആയിരിക്കാം. അല്ലെങ്കിൽ സിൻഡിക്കേറ്റ് എന്ന് ഉദ്ദേശിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്ലാറ്റ്ഫോം, ദേ വിൽ ഗെറ്റ് എ ലോട്ട് ഓഫ് ഡീൽസ് ആൻഡ് ദെൻ യു ആർ ഒരു ഇൻവെസ്റ്ററാണ് ആ പ്ലാറ്റ്ഫോമിൽ. അപ്പോൾ ആ പ്ലാറ്റ്ഫോം ആ ഇൻവെസ്റ്റേഴ്സ്, പല ഇൻവെസ്റ്റേഴ്സ് കാണും, അവർക്ക് ഓരോ ഡീൽസ് കാണിക്കും. You will get onto a call with the company, explaining the financials and all of that, and then you take a decision to invest. അപ്പോൾ ഈ കേരള ഏഞ്ചൽ നെറ്റ്വർക്ക് ഒക്കെ സിൻഡിക്കേറ്റ് ആണ്? Yeah, so Kerala Angel Network is a syndicate. So എനിക്ക് തോന്നുന്നു ഇന്ത്യയിലെ ഏറ്റവും ഏർലിയസ്റ്റ്
syndicate is Mumbai Angels. ഓക്കെ Mumbai Angels, Indian Angels, Kerala Angel Network all came much later. മനസ്സിലായി. നാട്ടിലാണെങ്കിൽ Conglo Mm. was the first syndicate. They've been active for about 10, വിനോദിന്റെ ഒക്കെ. yeah, 10-12 years, but now it's kind of rolled up into Calpina. അങ്ങനെ ഒരുപാട് സിൻഡിക്കേറ്റ്സ് ഉണ്ട്. ഇന്ന് ഇന്ത്യയിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ there are hundreds and hundreds of syndicates. ഓക്കെ Like there are hundreds and hundreds of funds, right? Okay. So I have a lot of deals that I have gotten from syndicates, alumni networks. I have gotten from direct അറിയുന്ന ആൾക്കാരുടെ ഫ്രണ്ട്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ ഡീൽ സോഴ്സസ് പലതാണ്. ഓക്കെ I don't really discriminate. ഇന്നത്തെ കേസിൽ I don't look at syndicates very actively. ഓക്കെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് നാൾ കഴിഞ്ഞ് ഇപ്പം ഐ ഫീൽ ദാറ്റ് ഒരുപാട് പേര് യൂസ് ചെയ്യാന്ന് എനിക്ക് തോന്നൽ തുടങ്ങിയിട്ടുണ്ട്. ഈ സിൻഡിക്കേറ്റ്സ് സ്റ്റാർട്ടപ്പിൻ്റെ വാല്യുവേഷൻസ് കൂട്ടുകയാണ്. And they're not really digging through as to whether this startup will survive, whether they have the good. So I tend to stay away from syndicates unless the deal is really attractive. അല്ലെങ്കിൽ ഞാൻ ഡയറക്റ്റ് ഡീൽസ് ആണ് ഞാൻ നോക്കുന്നത്. ഓക്കെ ഈ ഡയറക്റ്റ് ഡീൽസ് നോക്കുമ്പോൾ എന്താണ് നിങ്ങൾ ആക്ച്വലി ഇപ്പോൾ ഒരാൾ വെറുതെ വന്ന് നിങ്ങൾക്ക് പിച്ച് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ നോട്ട് ഗീവ് മണി റൈറ്റ്. അപ്പോൾ എന്താണ് ആക്ച്വലി അതിൻ്റെ അത് നോക്കണത്? ഇപ്പോൾ ഒരാൾ ഇൻവെസ്റ്റ്മെൻറ്റ് നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഇവാലുവേഷൻ എങ്ങനെയാണ്? സാധാരണ ഒരാൾ എൻ്റെ അടുത്തൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഐ വിൽ ഓൺലി ഗിവ് അഡ്വൈസ്. സാധാരണ ഇതാണ് എൻ്റെ ഇത്. ഇൻവെസ്റ്റ്മെൻറ്റ് ഡയറക്റ്റായിട്ട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഐ മൈറ്റ് നോട്ട് ബി വെരി ഇൻട്രസ്റ്റഡ്. അപ്പോൾ എൻ്റെ കയ്യിൽ ഒരു ഓൺടർപ്രണർ ഡയറക്റ്റായിട്ട് വന്നിട്ട് ഫണ്ടിങ് വേണമെന്ന് ചോദിക്കുന്നത് എനിക്ക് ഒരുപാട് കിട്ടാറുണ്ട് ഷാൻ. ഐ എം ഹാപ്പി ആൻഡ് പ്രിവിലേജ് ദാറ്റ് എനിക്ക് എസ്പെഷ്യലി ലിങ്ക്ഡിനിൽ ഒരുപാട് ഔട്ട്റീച്ചസ് വരാറുണ്ട്, ഇമെയിൽ വരാറുണ്ട്. ഫണ്ടമെൻ്റലി ഞാൻ നോക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവർ എന്ത് പ്രോബ്ലമാണ് സോൾവ് ചെയ്യുന്നത്, എനിക്ക് അഡ്വൈസ് ചെയ്യാൻ പറ്റുമോ. ഞാൻ ആദ്യമേ ഞാനൊരു ഫുൾ ടൈം ഇൻവെസ്റ്റർ അല്ല. സോ ദാറ്റ് ഈസ് വൺ തിങ്. ദിസ് ഇസ് എ പാർട്ട് ടൈം സൈഡ് ഹസിലാണ്. സൈഡ് ഹസിലാണ് ഇൻ ടൈംസ് ഓഫ് വെദർ ഇറ്റ് ഐം ലുക്കിംഗ് അറ്റ് ഡീൽസ് ഓർ എൻ്റെ നെറ്റ്വർക്കിൽ നിന്ന് പൈസ അഡീഷണൽ ക്യാപിറ്റൽ. സോ അത് വേറൊരു കാര്യമാണ് ആശാൻ. ഞാൻ ഇടുന്ന എല്ലാ കമ്പനികളിലും എൻ്റെ നെറ്റ്വർക്കിൽ നിന്ന് പൈസ വരാറുണ്ട്. സോ ഞാൻ ഇടുന്ന പൈസയുടെ ഒരു 10 ഇരട്ടി അല്ലെങ്കിൽ 10 to 15x comes from my direct network. അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഞാൻ വെട്ടിയിരിക്കുന്ന ഡീൽസ് ആണ്. നിങ്ങളെ ട്രസ്റ്റാണ്, ട്രസ്റ്റാണ് അല്ലേ. അപ്പം ഐ ടെൻ ടു സ്പെൻഡ് ടൈം വിത്ത് ഫൗണ്ടേഴ്സ് ടു അണ്ടർസ്റ്റാൻഡ് അവരെന്ത് പ്രോബ്ലമാണ് സോൾവ് ചെയ്യുന്നത്, അവരെത്ര അവെയറാണ് ആ പ്രോബ്ലത്തിനെ പറ്റി, ബാക്കി ആരെല്ലാം ആ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്, എന്തുകൊണ്ടാണ് അവർ വിജയിക്കാൻ ചാൻസ് ഉണ്ട്, വാട്ട് ഈസ് ദെയർ റൈറ്റ് ടു വിൻ, റൈറ്റ്. ടെക്നോളജിയിൽ അവർ എന്താണ് കാണുന്നത്, കൺസ്യൂമർ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ D2Cയിലാണെങ്കിൽ നമുക്ക് കൺസ്യൂമറെ പറ്റി എത്രമാത്രം അറിയാം, എന്തെല്ലാമാണ് ചെയ്യുന്നത്, എപ്പോഴെല്ലാം ഡിസിഷൻ മേക്ക് ചെയ്യുന്നത്, ആരെല്ലാം അവർ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ഡിസിഷൻ മേക്ക് ചെയ്യാൻ ലോട്ട്. സോ അപ്പം ഓരോ ബിസിനസ്സിന് ഇറ്റ് വിൽ ബി വെരി ഡിഫറെൻറ്റ്, റൈറ്റ്. B2B ബിസിനസ് ഇസ് വെരി ഡിഫറെൻറ്റ്. ആൻഡ് B2Bയിൽ തന്നെ എൻ്റർപ്രൈസ് വിൽക്കുന്ന B2B ബിസിനസ് ഇസ് ഫണ്ടമെൻ്റലി വെരി ഡിഫറെൻറ്റ് ഫ്രം മിഡ് മാർക്കറ്റിൽ വിൽക്കുന്ന B2B ബിസിനസ്. പക്ഷേ ഇതിനകത്ത് എല്ലാത്തിനകത്തും ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അവെയർനെസ് ഓഫ് ദ ഫൗണ്ടർ. ആർ ദേ ടാക്കിളിങ് എ ലാർജ് പ്രോബ്ലം? ഹൗ മച്ച് ഓഫ് ഇൻഫർമേഷൻ തോട്ട് ഹാസ് ഗോൺ ഇൻ ടു ദെം തിങ്കിങ് അബൌട്ട് എ ബിസിനസ്? അപ്പോൾ ഫൗണ്ടർ നോളജ് ആണ് നിങ്ങൾ ശരിക്കും അവിടെ നോക്കുക. എൻ്റെ അഭിപ്രായത്തിൽ ഫൗണ്ടർ നോളജ് ആൻഡ് സം ഇൻഡിക്കേഷൻ ഓഫ് ഇവർക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുമോ, ഈ രണ്ട് കാര്യങ്ങളാണ് പ്രൈമറി. ബിക്കോസ് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരിക്കലും പ്രീ സീഡിലല്ല. ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്ന എല്ലാം ഒരുമാതിരി സീഡ് റവന്യൂ ക്രിയേറ്റ് ചെയ്ത് തുടങ്ങിയ കമ്പനീസിലാണ്. ഓക്കെ, ഐഡിയ സ്റ്റേജിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യത്തില്ല. ബിക്കോസ് ഐഡിയ സ്റ്റേജിൽ ഞാൻ അവരത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഓൾ ദ ബെസ്റ്റ്, ഗോ, please reach out if you need help. If I can connect you to people, I can. But you are way too early for me. ട്രൂ. അതായത് അവർ വാലിഡേറ്റ് ചെയ്യണം. ബേസിക്കലി ഒരു ബിസിനസ് വാലിഡേറ്റ് ആവുക റവന്യൂ വന്നു കഴിഞ്ഞാലാണ്. Yes, exactly. Somebody is willing to pay you money for the product or service or solution that you have. Then I feel that, hey, then you can probably compound it. ഫസ്റ്റ് ലെവൽ ഓഫ് വാലിഡേഷൻ അവിടെ വന്നു. Yeah. ഓക്കെ, ഇനി ഗോയിങ് അഹെഡ്,
അത് വന്നു. ബട്ട് നിങ്ങൾ പറഞ്ഞു പ്രൊഡക്റ്റ്, ഫൗണ്ടർ, ഈ ഒരു ക്വാർട്ടറിനെ കുറിച്ച് പറഞ്ഞിരുന്നു. അത് ഹൗ ഡു യു എക്സ്പ്ലെയിൻ ദാറ്റ്? Oh, that's a very it's a very interesting thing that you asked me. I think thanks to somebody very ruthless in my life, I am starting to think through models where there are only 4 sort of scenarios. 4 scenario ullu. Good founder, good product. എത്രയും പെട്ടെന്ന് ചെക്ക് എഴുതുക, എത്ര പെട്ടെന്ന് കാശ് കൊടുക്കുക. എത്രയും പെട്ടെന്ന് കാശ് കൊടുക്കുക. ഓക്കെ ഗുഡ് ഫൗണ്ടർ, ഗുഡ് പ്രോഡക്റ്റ്. ഓക്കെ, എനിക്ക് അവിടെ ഒരു ചോദ്യമുണ്ട്. ഹൗ ഡു യു ഡിഫൈൻ, എങ്ങനെയാണ് ഗുഡ് പ്രൊഡക്റ്റും ഗുഡ് ഫൗണ്ടറും ഡിഫൈൻ ചെയ്യുക? ഗുഡ് ഫൗണ്ടറും ഗുഡ് പ്രോഡക്റ്റ് ഡിഫൈൻ ചെയ്യുന്നതിൻ്റെ എൻ്റെ റൂൾ ഓഫ് തമ്പ് ഈസ് പ്രോഡക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്, അത് ആൾക്കാരിൽ റെസനേറ്റ് ചെയ്യുന്നുണ്ട്, അവർ വാങ്ങിക്കുന്നുണ്ട്, അവർ സോർട്ട് ഓഫ് എ ബിസിനസ്സിൻ്റെ ക്രക്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. കറക്റ്റ്. സോ അതിനകത്ത് പ്രോഡക്റ്റ് ഉണ്ട്, അതെ, പ്രോഡക്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ സൊല്യൂഷൻ ഉണ്ട്, അതെ, കസ്റ്റമേഴ്സ് ഹാപ്പിയാണ്, കസ്റ്റമേഴ്സ് ഹാപ്പിയാണ്. ഫൗണ്ടേഴ്സ് നോ വെരി വെൽ അബൌട്ട് their customer and the problem they're solving. That's a good founder and a good product. ഓക്കെ, Write the check. ഓക്കെ. The second situation is good founder, bad product. Maybe the problem correct ആയിരിക്കും, പ്രോബ്ലം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, വലിയ പ്രോബ്ലം ആയിരിക്കും. പക്ഷേ ഈ ഫൗണ്ടർ അല്ലെങ്കിൽ ഈ ഫൗണ്ടിങ് ടീം ഉണ്ടായിരിക്കുന്ന പ്രോഡക്റ്റ് ഈസ് നോട്ട് ഗോയിങ് ടു വിൻ. പക്ഷേ അവർക്ക് ചെറിയൊരു ഈഗോ ലെവലിൽ ഇത് തന്നെയാണ് പ്രോഡക്റ്റ്, ഇത് തന്നെ വിൽക്കണം എന്ന് പറഞ്ഞു നടക്കുന്ന ഒരുപാട് പേര് എനിക്കറിയാം. ഓക്കെ, അവിടെ നമുക്ക് ഒരു ലെവൽ വരെ അഡ്വൈസ് ചെയ്യാം. പക്ഷേ വാട്ട് യു നീഡ് ടു ഡു ഇസ് യു നീഡ് ടു കീപ് ദാറ്റ് ഫൗണ്ടർ ആക്റ്റീവ്. Kill the product idea. ഓക്കെ. You might have to replace that. Yeah, you might have to be very ruthless and kill. ഇല്ല, ഇത് ഞാൻ പറയാൻ എക്സ്പീരിയൻസ് എന്തുകൊണ്ടാണെന്ന്, ഞാൻ ഒരുപാട് ഫെയിൽ ചെയ്തിട്ടുണ്ട്, ആൻഡ് ഞാൻ ഒരുപാട് ഇനിയും ഫെയിൽ ചെയ്യും. സോ ഫെയിലിയർ ഈസ്, നമ്മുടെ സൊസൈറ്റിയിൽ ഫെയിലിയർ അത്ര അക്സെപ്റ്റഡ് അല്ല. പക്ഷേ ഫെയിൽ ചെയ്തില്ലെങ്കിൽ യു വിൽ നോട്ട് റിഫൈൻ യുവർ സെൽഫ് ടു പുഷ് ടു എക്സലൻസ്. True. So if you are not able to cut that bad product and get that founder onto the next big thing, you have failed and that founder has failed. Yeah, both fails. Yeah. And ഇവിടെ ഞാനൊരു ഇൻവെസ്റ്റർ ആയിട്ടല്ല ഞാൻ ചിന്തിക്കുന്നത്. ഞാൻ പറഞ്ഞത് ഒരാളെ കരകയറ്റി പറ്റുമെങ്കിൽ കരകയറ്റി പറ്റുന്നത് നല്ലതല്ലേ. he will go and create jobs or do something, right? അതെ, അതെ. That's what you have to do. Good product, good founder, write the check immediately. Yeah. Bad product, Good founder, bad product. keep the founder. Keep the founder, cut Alive. the product. Okay, Cut the product. okay. Right? So third bucket is obviously bad founder, good product. Right? ഇന്ന് ഞാൻ കുറച്ചും കൂടെ റൂത്ത്ലെസ് ആണ്. ബട്ട് bad founder, good product, cut the founder. Buy the product or sort of do a revenue share, get the IP, whatever. So that നമുക്കത് ബിൽഡ് ചെയ്യാമല്ലോ. അതെ, എക്സിക്യൂഷൻ വേറെ ആളെ വെക്കുക. അത് എക്സിക്യൂഷൻ, ട്വീക്കിംഗ്, മേ ബി ദ ഫൗണ്ടർ സ്റ്റിൽ ഹോൾഡ്സ് എ ലിറ്റിൽ ബിറ്റ് ഓഫ് എക്വിറ്റി, ദാറ്റ്സ് ഓൾ ഫൈൻ. ബട്ട് ദ ഫൗണ്ടർ ഫണ്ടമെന്റലി cannot run a business or run a startup. അത് ഇപ്പോൾ എനിക്കിപ്പം ഫ്രം 2007 to like 17-18 years later, I know that I can pattern match വളരെ ക്വിക്കലി. പണ്ടൊന്നും എനിക്ക് പറ്റത്തില്ലായിരുന്നു, ആൾക്കാർക്ക് ഒരുപാട് ചാൻസ് കൊടുക്കും നമ്മൾ. പക്ഷെ ഇന്ന് നമ്മൾ റൂത്ത്ലെസ്, അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും ലിമിറ്റഡ് സമയമുള്ളൂ. കറക്റ്റ്, റൈറ്റ്? സോ കട്ട് ദ ഫൗണ്ടർ ഔട്ട് and build on the product, or get somebody else or some other team to build the product if you feel that there is enough conviction on the product, right? ഓക്കെ. അല്ല, അപ്പം ഈ 0 to 1 ഇപ്പോൾ ഫൗണ്ടർ ഓക്കെ ആയിരിക്കും, 0 to 1 സ്റ്റേജിൽ എത്തിച്ചപ്പോൾ Yeah. ചിലപ്പോൾ അടുത്തൊരു സ്റ്റേജിലായിരിക്കാം ചിലപ്പോൾ ഫൗണ്ടർക്ക് ഇഷ്യൂ. ദെൻ വാട്ട് ഈസ് ദ സെനാരിയോ? അപ്പോൾ കട്ട് ദ ഫൗണ്ടർ തന്നെയാണോ? I still think it's cut the founder. നമ്മൾ ഇത്തിരി ഇറച്ചുവിട്ടുകാരന്മാർ ചിന്തിക്കണം, ഇത്തിരി ക്ലിനിക്കൽ ആയിരിക്കണം. 0 to 1 ജേർണി, ആ ഒരു 0 to 1 ജേർണിയിൽ വരുന്ന പെയിൻസ് ഈസ് എ ലോട്ട് ഓഫ് വെരി ഡിഫിക്കൾട്ട് പെയിൻസ്.
എന്ത് പ്രോഡക്റ്റാണ്, ഏത് കസ്റ്റമറാണ്, ടീം എങ്ങനെ ഉണ്ടാക്കാം, പൈസ, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതെ. ആ ഒരു PMFൻ്റെ അടുത്ത് വന്നു ഓർ PMF എത്തി. അത് കഴിഞ്ഞിട്ടുള്ള ജേണി ഈ കൂടുതൽ അത് മൂഞ്ചിന്ത് എവിടെയാണെന്ന് ഞാൻ പറയാം. അത് തെറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൗണ്ടർ പെട്ടെന്ന് മൈക്രോ മാനേജർ ആവും. ഞാൻ ഇതുവരെ ചെയ്തതാണ് ഇതിന് ഈ ചെയ്യേണ്ടത്. 1 to 100 or 1 to 10 ജേണി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻച്വലി നമ്മളെയും കാട്ട് ബുദ്ധിയുള്ള എക്സിക്യൂട്ട് ചെയ്ത ആൾക്കാരെ കണ്ടുപിടിക്കുക, പല പല ഏരിയയിൽ ഏൽപ്പിക്കുക, എക്സിക്യൂട്ട് ചെയ്യുക. ദെൻ നമ്മളൊരു ആക്ച്വലി ഡാഷ്ബോർഡ് മാനേജർ ആയിരിക്കണം. എന്നിട്ട് അവർക്ക് പ്രശ്നമുള്ളപ്പം ദേ വിൽ കം ആൻഡ് ടോക്ക് ടു യു. യു സ്റ്റിൽ ഹാവ് ഒരു റിലേഷൻഷിപ്പും എമ്പത്തി എല്ലാം ഉണ്ട്. പക്ഷേ ദേ ആർ ദ ക്യാപ്റ്റൻ ഓഫ് ദിയർ ഓൺ ഷിപ്പ്. സം ഓഫ് ദീസ് ഫൗണ്ടേഴ്സ് ഹാവ് എ പ്രോബ്ലം ലെറ്റിംഗ് ഗോ. മനസ്സിലായില്ലേ? ചെയ്യാൻ നിൽക്കരുത്, എല്ലാത്തിലും ഞാൻ തന്നെ ഇടപെടണമെന്ന് തീരുമാനിക്കരുത്. യു വിൽ ബിക്കം എ ബോട്ടിൽ നെക്ക്. സി യു വിൽ ബിക്കമിങ് എ ബോട്ടിൽ നെക്ക് ഒരു കാര്യം ഷാൻ, പക്ഷേ you will become a bottleneck and you want to micromanage everybody. ഇത് നമ്മളെല്ലാം ജോലി ചെയ്തപ്പം പല പല വലിയ IT കമ്പനികളിലും മാനേജർ എന്നുള്ള ഇരിക്കുന്നവന്മാർ എക്സലും വേർഡും ചെയ്ത് ഇത് ചെയ്തോ അത് ചെയ്തോ എന്ന് ചോദിക്കുന്നവർ. അത് സ്റ്റാർട്ടപ്പിൽ നടക്കില്ല. കാരണം നമ്മുടെ റൺവേ ലിമിറ്റഡ് ആണ്. ബിക്കോസ് യുവർ റൺവേ ആൻഡ് വാട്ട് യു ഡു എവറി ഡേ എവറി വീക്ക് ഡിറ്റർമിൻസ് നമുക്ക് എത്രമാത്രം ലൈഫ് ഉണ്ട്. റൈറ്റ്? അപ്പം ആ സിറ്റുവേഷനിൽ കട്ട് ദ ഫൗണ്ടർ, കീപ് ദ പ്രോഡക്റ്റ്, ഗെറ്റ് എ ന്യൂ ടീം ആൻഡ് സ്കെയിൽ ദ ബിസിനസ്. സോ ഈ 0 to 1 ജേർണി മീൻസ് അതെങ്ങനെ ഒരു റവന്യൂ ടേംസ് D2Cൻ്റെ കേസിൽ ഒരു റവന്യൂ ടേംസിൽ ഡിഫൈൻ ചെയ്യാൻ പറ്റുമോ? 0 to 1 എത്ര സമയം കൊണ്ട് ആക്ച്വലി നടക്കണം, അങ്ങനെ ഒരു ഡെഫിനേഷൻ ഉണ്ടാവുമോ? എനിക്ക് അങ്ങനത്തെ ഒരു ഡെഫിനേഷൻ ഇല്ല. പക്ഷേ ഒരു D2Cയിൽ ഞാൻ പറഞ്ഞൊരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ, ഐ മീൻ നമുക്ക് പല എക്സാമ്പിൾ എടുക്കാം. ഇപ്പോൾ D2Cയിൽ ഞാനൊരു പുതിയ പെർഫ്യൂം ബ്രാൻഡ് ലോഞ്ച് ചെയ്യണം, അല്ലെങ്കിൽ ഞാനൊരു അച്ചാറോ പിക്കിൾ ലോഞ്ച് ചെയ്യണം. ഈ D2C ജേർണിയിൽ എൻ്റെ അഭിപ്രായത്തിൽ ആദ്യം ടെക്കിൻ്റെ ഒരു ആവശ്യമില്ല. നോ ടെക് ഇസ്, യു ഡോണ്ട് ഈവൻ നീഡ് എ ഷോപ്പിഫൈ. ഷോപ്പിഫൈ യു ആർ ബീങ് വെരി ഇവോൾവ്. ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണ്ടത് ഇൻസ്റ്റഗ്രാം ആൻഡ് വാട്സാപ്പ്. MVPs ആർ, ഇപ്പം ലീൻ സ്റ്റാർട്ടപ്പ് വായിച്ചിട്ടുണ്ടെങ്കിലും MVP കീപ്പ് ഇറ്റ് ആസ് ലീൻ ആസ് പോസിബിൾ. ദർ ഷുഡ് ബി സാധനം ഉണ്ടാക്കാൻ, പ്രോഡക്റ്റ് ഉണ്ടാക്കാനുള്ളൊരു മെത്തേഡ് വേണം, കൺസിസ്റ്റൻറ്റ് ബ്രാൻഡിങ് വേണം, ലേബിളിംഗ് വേണം, അതെല്ലാം വേണം. ആൻഡ് ഇത് ഡെലിവറി ചെയ്ത് അഡ്രസ്സ് കിട്ടിക്കഴിഞ്ഞാൽ അവരെ എത്തിക്കാനുള്ള മാർഗം വേണം. സോ യു ഹാവ് ടുഡേ എക്സിസ്റ്റിംഗ്, ആര് നോക്കിയാലും അവരുടെ എക്സിസ്റ്റിംഗ് ആസറ്റ് എന്തെല്ലാമാണ്? ഫേസ്ബുക്ക്. 30 വയസ്സ് മുകളിലുള്ളവർക്ക് ഫേസ്ബുക്ക് ഉണ്ട്, ചില താഴെയുള്ള ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, എല്ലാവരും ഒരുപാട് ഗ്രൂപ്പ്സിൽ ഇൻവോൾവ് ആണ്. പിന്നെ റെഡിറ്റും ബാക്കിയുള്ള സംഭവങ്ങളും, ടെലിഗ്രാം. ഈ ഒരു 5-6 ചാനൽ വെച്ചിട്ട് കറക്റ്റായിട്ട് കണ്ടന്റ് എഴുതി കഴിഞ്ഞാൽ ഏത് D2C പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യാം. കറക്റ്റ്. ഒരു പർട്ടിക്കുലർ ട്രാക്ഷൻ വരെ എത്തിക്കാം. ഒരു ഇൻഫ്ലുവൻസറും അതൊരു അവരുടെ ആരുടെ ഒരു you don't need anybody of them. Correct. ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ D2Cയിൽ ആദ്യത്തെ 250-500 കസ്റ്റമേഴ്സ് എന്ത് പറയുന്നു ഓവറോൾ പ്രോഡക്റ്റിനെ പറ്റി. Is the product good? Is the price good? How do they use the product? Will they recommend the product? All of that. ഇതെല്ലാം അറിയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ എത്രമാത്രം നമ്മൾ കസ്റ്റമറിൻ്റെ അടുത്ത് ക്ലോസ് ആണ്, എത്രമാത്രം നമ്മൾ മോഡൽ റിവൈസ് ചെയ്യുക. നമ്മൾ പറയത്തില്ല ഇതിന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ കൺസ്യൂമർ ഇൻസൈറ്റ്സ്. ഇപ്പോൾ ഈ വലിയ കമ്പനിയിൽ പോയിട്ടുണ്ടെങ്കിൽ, വലിയ കമ്പനി എന്ന് ഞാൻ ഉദ്ദേശിച്ചത് സേ യൂണിലിവർ, ITC, യൂണിലിവർ. ഇപ്പം ഞാൻ പണ്ട് ഡേറ്റ് ചെയ്തൊരു പെണ്ണ്, ഷീ യൂസ് ടു വർക്ക് അറ്റ് വാൾസ് ഐസ്ക്രീം. നൗ quality walls. Walls is international, Ben & Jerry's, Walls, pala brands ഉണ്ട്. They have huge teams that look at consumer insights. അവർ ആക്ച്വലി ഇന്റേണലി അവർക്ക് ടീംസ് ഉണ്ട്, പിന്നെ അവർ എക്സ്റ്റേണൽ റിസർച്ച് ഏജൻസീസിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇത് ഒരു നോർമൽ D2C കമ്പനിക്ക് ഏർലി സ്റ്റേജിൽ അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ പ്രോസസ്സ് നമുക്ക് ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്യാൻ പറ്റും.
100 കസ്റ്റമേഴ്സ് 500 കസ്റ്റമേഴ്സ് അവർ നമ്മുടെ അടുത്ത് സാധനം മേടിച്ചവർ അതെ വൈ കാൻ ദേ സ്പെൻഡ് 3 മിനിറ്റ്സ് ടു ഗിവ് യു ഇൻപുട്സ്? ഫീഡ്ബാക്ക് അതൊരു ടൈപ്പ് ഫോമോ ഗൂഗിൾ ഫോമോ ഇത് വെച്ചിട്ട് പിന്നെ ഒരാൾ വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് ഓർഡർ ചെയ്യുന്നു, അതെ ഒരാൾ ഓർഡർ ചെയ്യുന്നില്ല. Can you not pick up the phone and talk to these people? കറക്റ്റ് So if you get enough insights, then you're going to build a Shopify. Then you're going to figure out. See, I've come through the world where paid marketing was very different. അതെ Right? 20 വർഷം 25 വർഷം മുമ്പേ പെയ്ഡ് മാർക്കറ്റിംഗ് എന്തായിരുന്നു, ഇന്നത്തെ പെയ്ഡ് മാർക്കറ്റിംഗ് പ്ലാറ്റ്ഫോംസ് വളരെ ഡിഫറെൻ്റ് ആണ്. I will never put money in paid into any business till I have X number of customers. അത് B2B ആയാലും ശരി D2C ആയാലും ശരി. കുറച്ച് കൗണ്ടർ ഇൻഡ്യൂറ്റീവ് ആയിരിക്കും ഞാൻ പറയുന്നത്. പക്ഷേ ഞാൻ പറയുന്നത് വെച്ചാൽ നമ്മളെല്ലാം വിചാരിച്ചു കഴിഞ്ഞാൽ 500,000 കസ്റ്റമേഴ്സ് നമുക്ക് അറിയുന്ന നെറ്റ്വർക്ക്സ് റീച്ച് ചെയ്യാൻ പറ്റും. ശരി, അത് ഇന്ന് എല്ലാ പ്ലാറ്റ്ഫോംസാണ് അത് മൊണോപ്പൊളൈസ് ചെയ്യുന്നത്. പക്ഷേ നമ്മളൊന്ന് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ യു വിൽ നോ ഹൗ ടു ഗെറ്റ് ടു 500,000 പീപ്പിൾ. അതെ അല്ല, ഞാൻ പറയുന്ന സാധനം മനസ്സിലാവുന്നില്ലേ? അപ്പം നമ്മൾ വിചാരിക്കുന്ന രീതി ഓഫ് സ്റ്റാർട്ടിങ് എ ബിസിനസ്, മേക്ക് ഇറ്റ് സൂപ്പർ സിമ്പിൾ ആൻഡ് സ്റ്റുപ്പിഡ്. അതാണ് ആൾക്കാർ ചിന്തിക്കേണ്ടത്. ഡോണ്ട് ട്രൈ ടു മേക്ക് ഇറ്റ് വെരി കോംപ്ലിക്കേറ്റഡ്. കാര്യം ഞാൻ ഷാനത്ത് പറയുന്ന കാര്യം എന്ന് വെച്ചാൽ ഞാൻ നാട്ടിൽ വന്നിട്ട് 2015 നാട്ടിൽ വന്നിട്ട് ആദ്യം സ്റ്റാർട്ട് ചെയ്ത ബിസിനസ് 17 ഞങ്ങളൊരു സൈനേജ് കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൻ്റെ കൂടെയാണ് ഇൻകെക്സ് എന്ന് പറഞ്ഞ കമ്പനി സ്റ്റാർട്ട് ചെയ്തത്. ഈ സൈനേജ് കമ്പനിക്കകത്ത് ആഡ് പിരിക്കാൻ റോഡ് വഴി നടന്ന് തിരുവനന്തപുരത്ത് ഒരുമാതിരിപ്പെട്ട ഒരുപാട് സ്ഥലങ്ങൾ നടന്ന മനുഷ്യനാണ് ഞാൻ. നാട്ടിൽ ഒരിക്കലും കച്ചവടം ചെയ്തിട്ടില്ലാത്ത മനുഷ്യനാണ്. സോ ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പം റോഡിൽ അടിത്തറ ആയിട്ട് ആ ലെവലിൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആർക്കെല്ലാം എന്തെല്ലാം വിൽക്കണം, ആര് വാങ്ങിക്കും, എന്ത് വിലയിൽ വാങ്ങിക്കും, അത് മനസ്സിലാവും. സോ ഞാൻ അതാ പറഞ്ഞത്, ഈ ഫൗണ്ടർ റിഫൈൻമെന്റ് എന്ന് പറഞ്ഞ കാര്യം അതാണ് സൂപ്പർ ഇമ്പോർട്ടൻറ്റ്. അതായത് ആദ്യത്തെ ഒരു 1000 ഓർഡേഴ്സ് അല്ലെങ്കിൽ 1000 കസ്റ്റമേഴ്സ് വരെ ഡോണ്ട് ലുക്ക് ബാക്ക്, ജസ്റ്റ് ടോക്ക് ടു യുവർ കസ്റ്റമേഴ്സ്. കീപ് ഇറ്റ് ആസ് സിമ്പിൾ, ടോക്ക് ടു ദം. 0 to 1 ജേർണിയിൽ. ഓക്കെ, I'm not saying 0 to 1 ഫുൾ ഇതാണ് ചെയ്യേണ്ടതെന്നല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് ആദ്യത്തെ 500,000 കസ്റ്റമേഴ്സ്. I'm talking purely ഒരു B2C സ്പേസിൽ, B2C സ്പേസിൽ ആദ്യത്തെ 500,000 കസ്റ്റമേഴ്സ്. Just use your head to figure out how to reach them. Content, email, platforms, all of that. If it is B2B businesses, Reddit, the first LinkedIn, the first 30-50 customers, you can do the same thing. ഞാൻ നേരത്തെ പറഞ്ഞ D2C പറഞ്ഞത്, B2B ആണെങ്കിൽ 50 കസ്റ്റമർ വരെ ഇത് ചെയ്യാം. അതായത് ബേസിക്കലി ഇപ്പോൾ ഒരു 1000 ആവറേജ് ഓർഡർ വരെ കാണാൻ ഒരു 5 to 7 lakhs പെർ മന്ത് ഹിറ്റ് ചെയ്യുന്ന വരെ ഇറ്റ്സ് 0 to 1 ജേർണി. ഇതിനകത്ത് ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇന്നലെ മെനഞ്ഞാന്ന് എനിക്ക് അറിയില്ല ഷാനത് ലിങ്ക്ഡിനിൽ കണ്ടിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഇന്ത്യ സെഗ്മെന്റ് ചെയ്യുമ്പം 10 ലക്ഷം ആവറേജ് സാലറി ഉള്ള എത്ര പേരുണ്ട്? That is the target audience for a lot of the D2C companies. I mean, I think the figure is 10 ലക്ഷം ആനുവൽ സാലറി. 10 ലക്ഷം ആനുവൽ സാലറി ഉള്ള ആൾക്കാർ എത്ര പേരുണ്ട് ഇന്ത്യയിൽ? I think it is, I don't know, I have to get the numbers for you, but that is the target audience for 95% of D2C brands in India. പക്ഷെ എന്നാലും ഒരു 20,000-30,000 ഒക്കെ സാലറി ഉള്ള ആൾക്കാരൊക്കെ ഓൺലൈൻ വാങ്ങിക്കുന്നില്ലേ? ആൾക്കാർ ഓൺലൈൻ ഓർഡർ വാങ്ങിക്കുന്നുണ്ടായിരിക്കും. പക്ഷെ അവർ പ്രോഫിറ്റബിൾ കസ്റ്റമേഴ്സ് ആയിട്ട് എടുക്കണമെങ്കിൽ അവർ റിപ്പീറ്റ് ആയിട്ട് പർച്ചേസ് ചെയ്യും. യു മൈറ്റ് നോട്ട് മേക്ക് മണി ഓഫ് ദം ഇൻ ദ ഫസ്റ്റ് 1 or 2 ഓർഡേഴ്സ്. 20,000-30,000 ശമ്പളമുള്ളവർ ഡെഫിനറ്റായിട്ട് ഓൺലൈൻ വാങ്ങിക്കുന്നുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇന്ത്യ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യയുടെ 85-87% ഓഫ് ഇന്ത്യ ഈസ് അറ്റ് sub 12,000-14,000 rupees a month. സോ ഞാനിത് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പം
നമ്മളൊരു D2C ബ്രാൻഡ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ B2C ബ്രാൻഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന ആൾക്കാർ വളരെ ക്ലിയർ ആയിരിക്കണം. മാസ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് നമ്മൾ വിൽക്കാൻ ഉദ്ദേശിക്കുന്ന എന്ത് കാര്യമാണ് നോക്കുന്നില്ല ആ സെല്ലിംഗ് ടു എ പെർട്ടിക്കുലർ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. ബിക്കോസ് ഇത് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ എല്ലാവരും ഇപ്പം മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ എവല്യൂഷൻ ആൻഡ് തോട്ട് ഒരുപാട് നടന്നിട്ടുണ്ടെങ്കിലും മാർക്കറ്റിങ്ങിനകത്ത് ആര് എപ്പം എവിടെ ഈ സൂപ്പർ ഇമ്പോർട്ടൻറ്റ്. ദെൻ യു ആർ സ്പെൻഡിങ് ദ ലീസ്റ്റ് എമൗണ്ട് ഓഫ് മണി ദാറ്റ് യു വാണ്ട് ടു സ്പെൻഡ് ഓൺ ഗൂഗിൾ ഓർ മെറ്റ. ട്രൂ ട്രൂ. അല്ലെങ്കിൽ നമ്മൾ എല്ലായിടത്തും പൈസ ചിലവാക്കിയിട്ട് ദിസ് നോ പോയിന്റ്, റൈറ്റ്? ട്രൂ. നിങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞു കട്ട് ദ ഫൗണ്ടർ. ഈ ഫൗണ്ടർ ഇല്ലാണ്ട് ഇത് എങ്ങനെ മുന്നോട്ട് പോകും? ഈ ചില ബിസിനസ്സിൽ ഫൗണ്ടേഴ്സ് നോട്ട് കേപ്പബിൾ ഇനഫ്, സോ യു നീഡ് ടു കട്ട് ദം. നോ, അല്ല ഫൗണ്ടർ ഇല്ലാണ്ട് ഈ ബിസിനസ് എങ്ങനെ മുന്നോട്ട് പോകും? ഫൗണ്ടർ ഇല്ലാതെ എത്രയോ പ്രോഡക്ട്സ് നമുക്ക് അക്വയർ ചെയ്തിട്ട് സ്കെയിൽ ചെയ്യാൻ പറ്റും ഷാൻ. എല്ലാത്തിനകത്തും കറക്റ്റ് ഫൗണ്ടർ ഷുഡ് ബി ദ റൈറ്റ് പേഴ്സൺ ടു ഡ്രൈവ് ദ ബിസിനസ് ആഫ്റ്റർ എ പെർട്ടിക്കുലർ സ്റ്റേജ്. ഇപ്പം യു ടോൾ മീ നോ 0 to 1 ചെയ്യുന്ന ആളായിരിക്കണം ചിലപ്പോൾ 1 to 10 ഇൻവോൾവ് ആവേണ്ടത്. അതായത് ഫൗണ്ടർ ബോട്ടിലിനെ കൈമാറും. ഫൗണ്ടർ ബോട്ടിലിനേക്കാവും മാറും, ഫൗണ്ടർ ഇൻകേപ്പബിൾ ആയിട്ട് മാറും, ഫൗണ്ടർ പ്രോബ്ലി ഡസൻ ഹാവ് ദ റൈറ്റ് ആറ്റിറ്റ്യൂഡ്. അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ വരാമല്ലോ. അപ്പോൾ അവിടെയാണ് ഇൻവെസ്റ്റർ ഫൗണ്ടർ കോൺഫ്ലിക്റ്റ് വരിക. അത് ചിലപ്പോൾ ഒരു ഏരിയ ആയിരിക്കാം. ദാറ്റ് കുഡ് ബി വൺ ഏരിയ വെർ ദർ ഇസ് എ കോൺഫ്ലിക്റ്റ്. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ മാക്സിമം നോക്കും ഫൗണ്ടറെ അടുത്ത ലെവലിലേക്ക് ഉയർത്താൻ പറ്റുമെന്ന്. ആസ് എൻ ഇൻവെസ്റ്റർ നിങ്ങൾ എന്താ ചെയ്യുക? ആ ഫൗണ്ടർ അടുത്ത ലെവലിലേക്ക് സ്കെയിൽ ചെയ്യുന്നില്ല. സോ ആസ് എൻ ഇൻവെസ്റ്റർ നിങ്ങൾ എന്തായിരിക്കും ചിന്തിക്കുക? എൻ്റെ കേസിൽ ഞാൻ ഏതെല്ലാം കമ്പനിയിൽ പൈസ ഇട്ടിട്ടുണ്ട് അവിടെ എല്ലാം എനിക്കൊരു നല്ല റാപ്പോ വിത്ത് ഫൗണ്ടേഴ്സ് അല്ലെങ്കിൽ കോ ഫൗണ്ടിങ് ടീം ഉണ്ടായിട്ടുണ്ട്. സോ റിലേഷൻഷിപ്സ് ആലോചിക്കുമ്പം പല പല ഹാറ്റ് നമ്മൾ വെയർ ചെയ്യണം. അതെ. വൺ ഇസ് ദാറ്റ് ഓഫ് എ ഇൻവെസ്റ്റർ, വൺ ഇസ് ദാറ്റ് ഓഫ് എ ഫ്രണ്ട്, തേർഡ് കുഡ് ബി പൊട്ടൻഷ്യലി ആൻ അഡ്വൈസർ ഫോർ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ്. അതെ, ഇതെല്ലാം ഉണ്ട്. ബട്ട് ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനിൽ when you have narrowed down that the issue is with the founder and whether they are a bottleneck or they're not able to scale themselves up, you need to have that very hard conversation. നമുക്ക് പച്ചയ്ക്ക് സംസാരിക്കണമല്ലോ. അൺഡിനയബിൾ ആണ്. ഇപ്പം അത് ഒരു സിറ്റുവേഷൻ വേർ അവരുടെ കൂടെ വർക്ക് ചെയ്യുന്നവരും അവരുടെ കോ ഫൗണ്ടേഴ്സ് എല്ലാവരും അക്സെപ്റ്റ് ചെയ്യുന്ന സിറ്റുവേഷൻ ആകുമ്പം നമുക്ക് ബാക്കിയുള്ള നല്ല ഫ്രണ്ടാണ്, കീപ് ദാറ്റ് അസൈഡ്. There's somebody that you want to actually do a lot more business with, scale the business, keep that service provider hat aside. As an investor, sorry മോനെ, ഇത് നടക്കുന്നില്ല, നമുക്ക് ഇത് വല്ല ചെയ്ത് ചെയ്യാനേ പറ്റത്തുള്ളൂ. അവർക്ക് നമുക്ക് 1-2 അവസരങ്ങൾ കൊടുക്കാം. പക്ഷേ ഒരു പർട്ടിക്കുലർ സ്റ്റേജ് കഴിയുമ്പോഴേക്ക് there is a fiduciary responsibility that they have to deliver. അപ്പോൾ അവർ റിയലൈസ് ചെയ്യുന്നില്ലെങ്കിൽ നമുക്കൊരു ഹാർഡ് കോള് നടത്തിയാലേ പറ്റത്തുള്ളൂ. ഓക്കെ. അപ്പോൾ ആ സമയത്ത് നോർമലി ഇപ്പോൾ ഏർലി സ്റ്റേജിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ മേ ബി ദ ഇൻവെസ്റ്റർ ഹാസ് ജസ്റ്റ് 10% സ്റ്റേക്ക്, ദ ഫൗണ്ടേഴ്സ് കോ ഫൗണ്ടേഴ്സ് സ്റ്റിൽ ഹാവ് 90%. ആ സമയത്ത് എങ്ങനെയായിരിക്കും ഹൗ ഡു യു ഗെറ്റ് ദാറ്റ് ടു ഹാപ്പൻ? കാരണം ഫൗണ്ടർ കട്ടിയാണല്ലോ, ഹീ സ്റ്റിൽ ഹോൾഡ്സ് മെജോറിറ്റി ഓഫ് ദ സ്റ്റേക്ക് ഇൻ ദ കമ്പനി. അപ്പോൾ സ്റ്റിൽ ഹി ഹോൾഡ് ചെയ്തുകൊണ്ട് മാറി നിൽക്കുകയാണോ വേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും വർക്ക് ചെയ്യുക? പല പല സിനാരിയോസ് ഉണ്ട് ഷാൻ. ഇപ്പം നമ്മൾ ആലോചിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കണ്ടിട്ടുള്ള ചില കമ്പനീസിൽ ദ ഫൗണ്ടർ ടേക്സ് ചെറിയൊരു ബാക്ക് സ്റ്റെപ്പ് എടുക്കും. അവർ ദേ വിൽ കാർവ് ഔട്ട് സം എമൗണ്ട് ഓഫ് എക്വിറ്റി ബിറ്റ്വീൻ ദ കോ ഫൗണ്ടർ ഓഫ് ഫൗണ്ടിങ് ടീം ടു ബ്രിങ് ഇൻ ഒരു CEO അല്ലെങ്കിലും ഒരു CBO സോർട്ട് ഓഫ് എ റോളിൽ വരുന്ന ഒരാളെ കൊണ്ടുവരും. ദേ മൈറ്റ് ഹാവ് ടു കോംപ്ലിമെൻറ്റ് ഇറ്റ്, റൈറ്റ്? ഞാൻ പറഞ്ഞ കറക്റ്റാണ്. ഇപ്പം 90% അവർ ഓൺ ചെയ്യുന്നു, 10% ഇൻവെസ്റ്റേഴ്സ് ഓൺ ചെയ്യണമെങ്കിൽ ഇറ്റ് ഈസ് എ വെരി ഡയറക്റ്റ് കോൺവെർസേഷൻ സെയിങ് ദാറ്റ് ടുഡേ ദ 90% that you own is shit. Do you want to still own the 90% of shit? Or നമുക്കിത് റീസ്ട്രക്ചർ ചെയ്തിട്ട് do you want to make something out of it? And as a young founder, you're probably in a better situation or a scenario to actually understand the dynamics.
45 വയസ്സ് 50 വയസ്സുള്ള ഫൗണ്ടേഴ്സിൻ്റെ അടുത്ത് ഇത് സംസാരിക്കുമ്പം ദിസ് വാസ് ഡെഫിനറ്റ്ലി നോട്ട് ഗോയിങ് ടു ഗോ ഡൗൺ വെരി വെൽ. പക്ഷേ ആ സിറ്റുവേഷനിലുള്ള ഫൗണ്ടേഴ്സിൻ്റെ അടുത്തും ഇത് സംഭവിക്കുന്നതാണ്. അവർ ചിലപ്പോൾ സ്റ്റാർട്ട് ചെയ്തൊരു 3 മെമ്പർ ടീമിനായിരിക്കും, 3 മെമ്പർ ടീം, 2 മെമ്പർ ടീം. ഒരു 2-3 വർഷം കഴിയുമ്പോഴേക്ക് ദേ ഹാവ് നോട്ട് റിയലി ഗോട്ടൺ സാലറീസ്, പ്രോഡക്റ്റ് ഇസ് നോട്ട് മൂവ്ഡ്. ചില സമയത്ത് ഡിസൊല്യൂഷൻസ്, ദേ ഗെറ്റ് ഡിസൊല്യൂഷൻ. അവിടെയും ഇത് ആപ്ലിക്കബിൾ ആണ് അറ്റ് എ മെച്യൂർ സ്റ്റേജ്. ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി എളുപ്പമാണ് 25 വർഷം 30 വയസ്സുള്ള ഫൗണ്ടറിൻ്റെ അടുത്ത് ഇത് എക്സിക്യൂട്ട് ചെയ്യാൻ. യു ഡൺ ഓൾ ദാറ്റ് യു ക്യാൻ ഡു. നമ്മൾ തെറ്റ് പറയുന്നില്ല. പക്ഷെ ഇവിടെ നിന്ന് അടുത്ത ലെവലിൽ ഈ കമ്പനി സ്കെയിൽ ചെയ്യണമെങ്കിൽ നിങ്ങളുടെ സ്കിൽ സെറ്റ് വെച്ചിട്ട് ഇത് സ്കെയിൽ ചെയ്യത്തില്ല. ആൻഡ് ഐ ഹവ് ഹേർഡ് ഇറ്റ് സോ മെനി ടൈംസ് ഇൻ മൈ ലൈഫ്. ബോസ് യു കാൺ ഡു ദിസ്. ചില സമയത്ത് നമ്മൾ അടിയും പിടിച്ച് പറ്റത്തില്ല, നമ്മൾ ചെയ്യും. ചിലപ്പോൾ നമ്മൾ 2 പ്രാവശ്യം കൂടെ ഫെയിൽ ചെയ്യുമ്പം മേ ബി ഐ ഗിവ് ദിസ് അപ്പ് കംപ്ലീറ്റ്ലി, റൈറ്റ്? ഓർ യു സേ ദറ്റ് ഓക്കെ ഇല്ല, ഇത് ചെയ്യണമെങ്കിൽ നമുക്ക് വേറെ ആരെങ്കിലും കൊണ്ടുവരണം, അങ്ങനെ ഒരു ടീം സെറ്റപ്പ് ചെയ്യണം. അല്ല, ഈ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺടർപ്രണർഷിപ്പ് അല്ലെങ്കിൽ ഒരു ബിസിനസ് ഉണ്ടാക്കുന്നത് ഇറ്റ് ഈസ് ഒരു വളരെ അജൈൽ ജേണിയാണ്. അജൈൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഒരു ഫ്ലെക്സിബിൾ ജേണിയാണ്. ദ മോർ ഫ്ലെക്സിബിൾ ദാറ്റ് യു ആർ ആൻഡ് ദ ബെറ്റർ യു ക്യാൻ കൺട്രോൾ ഓർ എന്ത് പറയാനാണ് അജൈൽ എന്ന് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ യു ആർ ഏബിൾ ടു ബി വെരി യു ആർ ഏബിൾ ടു ഒബ്വിയസ്ലി കട്ട് ഇമോഷൻസ് ഔട്ട്, ദാറ്റ്സ് വൺ പാർട്ട്. ബട്ട് ഐ എം സെയിങ് ദാറ്റ് വളരെ ഫ്ലൂയിഡ് കാര്യങ്ങൾ നടക്കുന്ന ഒരു ജേണിയാണ്. അൺസർട്ടനിറ്റി ഒരുപാട് നടക്കുന്ന ഒരു ജേണിയാണ് ഓൺടർപ്രണർഷിപ്പ്. അപ്പം നമുക്ക് പോയി ആ അൺസർട്ടനിറ്റി എംബ്രേസ് ചെയ്ത് എന്താണ് മാറ്റം വരുത്തേണ്ടത് നമുക്ക് വളരെ ക്വിക്കായിട്ട് തീരുമാനിച്ച് മാറ്റം വരുത്തി കഴിഞ്ഞാൽ യു ആർ ഗോയിങ് ടു ഗെറ്റ് ടു ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഫാസ്റ്റർ. അതായത് കംപ്ലീറ്റ്ലി ഫ്ലെക്സിബിൾ ആയിട്ട് നിൽക്കണം ഫൗണ്ടേഴ്സ് ആൻഡ് ഡു ആസ് റിക്വയർഡ് അറ്റ് ദാറ്റ് പോയിന്റ് ഓഫ് ടൈം. ആൻഡ് ഇഫ് സംതിങ് ഇസ് വർക്കിംഗ് റിയലി വെൽ, കീപ് ഡൂയിങ് ദാറ്റ് ഓവർ ആൻഡ് ഓവർ അഗൈൻ. അപ്പം ഞാൻ വേറൊരു കാര്യം വെച്ചാൽ ഈ അജൈൽ എന്ന് പറയുന്നതിൻ്റെ ഒരു റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കും ഇന്ന പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഇന്ന സൊല്യൂഷൻ ഇന്ന ആൾക്കാർക്ക് വിൽക്കണം, ഇത്ര പ്രൈസിന് വിൽക്കണം. ചിലപ്പോൾ മാർക്കറ്റ് തരുന്ന റീഡിങ് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പം നമ്മൾ അജൈൽ അല്ലാത്ത ഫൗണ്ടർ ആണെങ്കിൽ നമ്മൾ അപ്പോഴും നിന്ന് തെടുമാറുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല, അവർക്ക് നമ്മളെ പോയിന്റ് ഓഫ് വ്യൂ മനസ്സിലായിട്ടില്ല. പക്ഷെ ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇഫ് യു ഹാവ് അണ്ടർസ്റ്റുഡ് ഏത് കസ്റ്റമറിനാണ് നമ്മൾ വിൽക്കുമെങ്കിൽ you should be able to recalibrate, rewire, re-change all of these hypotheses. So I think there's something called navigating the oblivion. You are driving through uncertainty when you're building a venture in the first 100-3,000 days. അപ്പോൾ അത് എത്രമാത്രം എംബ്രേസ് ചെയ്ത് ഞാൻ പലപ്പോഴും പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ I don't think I've used it enough, but if you really understand your strengths and weaknesses as a person, you will do much better as a founder, as an entrepreneur. You will eliminate a lot of conflict. You will also embrace ചില കാര്യങ്ങൾ ലൈക്ക് സെറൻഡിപ്പിറ്റസ് ആയിട്ട് ഒരു സാധനം നമ്മൾ ചിന്തിക്കും. നമ്മൾ ചിലപ്പോൾ ഉണ്ടാക്കിയ സാധനം ഈ ഡയറക്ഷനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനത്തെ ഒരു ഇൻസൈറ്റ് കിട്ടി, then you might pivot correctly. Like look at Slack, for instance. Slack didn't start out the way it started out, right? But the way it changed, it became like a multi-billion sort of business. Yeah. So our flexibility and openness to change ഫൗണ്ടറിന് ഒരു വളരെ പോസിറ്റീവ് ട്രേറ്റ് ആണ്. സാഹചര്യങ്ങൾക്കനുസരിച്ച് അപ്പം ഡിസിഷൻ എടുത്ത് ചേഞ്ച് ചെയ്യാൻ പറ്റണം. അപ്പം ഫൗണ്ടർ എപ്പോഴും ഫ്ലെക്സിബിളായി നിൽക്കണം. അത് ഇനിയിപ്പോൾ ഷെയർ ഹോൾഡിംഗ് ആവാം, അല്ലെങ്കിൽ സ്കെയിലിംഗ് ഫ്രം 10 to 100 ആവാം, അല്ലെങ്കിൽ 100 to 1000 ആവാം. അപ്പം എന്താണോ വേണ്ടത് അത് ഓപ്പൺലി സംസാരിച്ച് ഡു ദ റൈറ്റ് തിങ്. വേറെ വളരെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഓക്കെ. ഫ്ലിപ്കാർട്ട്, മിന്ത്ര. ഈ ഫ്ലിപ്കാർട്ട് സ്റ്റാർട്ട് ചെയ്ത് 2007. മിന്ത്ര സ്റ്റാർട്ട് ചെയ്ത് ഓൾമോസ്റ്റ് സെയിം ടൈമിൽ. ഓക്കെ, ഇവർ രണ്ടുപേരും നെക്ക് ആൻഡ് നെക്ക് ആയിരുന്നു. ഫ്ലിപ്കാർട്ട് കുറച്ച് മുമ്പിൽ കയറിയത് SEO കാരണമാണ്.
2010-11 ഞാൻ ഈ ഇ-കോമേഴ്സ് മാർക്കറ്റ് ഇൻ ഇന്ത്യ സ്റ്റഡി ചെയ്ത് അണ്ടർസ്റ്റാൻഡിങ് ഓൾ ദീസ് കമ്പനീസ് 3000-4000 കമ്പനീസ് ഉണ്ടായിരുന്നു ഇന്ത്യയിൽ ഇ-കോമേഴ്സ് ഫ്രം എ ബ്രോഡ് ബേസ് ഹൊറിസോണ്ടൽ ഇ-കോമേഴ്സ് പ്ലാറ്റ്ഫോംസ്. ഓ, മാർക്കറ്റ് പ്ലേസ് പ്ലാറ്റ്ഫോംസ്. 4000 കമ്പനി. ഓക്കെ, ഫ്ലിപ്കാർട്ട് ജയിച്ചു. മിന്ത്ര ഗോട്ട് അക്വയർഡ് ഇൻ ടു ഫ്ലിപ്കാർട്ട്. ബട്ട് ഇഫ് യു ലുക്ക് അറ്റ് ഇൻവെസ്റ്റേഴ്സ് പുട്ട് മണി, നോ, അവരെല്ലാവരും പല കമ്പനിയിലും പൈസ ഇട്ടിട്ടുണ്ട്. ബിക്കോസ് ദേ വർ നോട്ട് ഷുവർ വിച്ച് വൺ ഇസ് ഗോയിങ് ടു വിൻ. കറക്റ്റ്. സോ ഇഫ് യു ആർ എ ഫൗണ്ടർ, യു ഹാവ് ടു ഓൾവേസ് നോ ദാറ്റ് ഇൻവെസ്റ്റേഴ്സ് വളരെ ഫിക്കിളായിട്ട് പല കോമ്പറ്റീഷനിലും ഇൻവെസ്റ്റ് ചെയ്യാം. സോ യു റാദർ, ഇപ്പോൾ ഒരു ഡീപ്പ് പോക്കറ്റഡ് ഇൻവെസ്റ്ററാണ്, ഇൻസ്റ്റിറ്റ്യൂഷണൽ കമ്പനിയാണ്. അപ്പം ഇഫ് യു ആർ എക്സിക്യൂട്ടിങ് ആൻഡ് സം തിങ്സ് ആർ നോട്ട് വർക്കിംഗ്, ഇഫ് യു ആർ നോട്ട് ചേഞ്ചിങ്, they will try to sell you out to somebody else. True. Do you want to go through that situation? ഞാൻ നെഗറ്റീവായിട്ട് പറയല്ല, ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ you have to be prepared for all these scenarios that will happen. ഓക്കെ. വളരെ ഡീപ്പായി പോയോ? അല്ല, ഇറ്റ് മേക്സ് സെൻസ്. കാരണം ഇൻവെസ്റ്റർ അടുത്ത് മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ഉണ്ട്. യെസ്. സോ ഹി വിൽ ടേക്ക് ദാറ്റ് ഇഫ് ദ ഫൗണ്ടർ ഈസ് നോട്ട് ഗുഡ് ഇനഫ്. So investors take these kind of bets either when the founder is not good enough or co-founding team is not good enough, or ഈ മാർക്കറ്റ് എമർജ് ചെയ്യുന്ന മാർക്കറ്റാണ്. അപ്പോൾ ആര് ജയിക്കുമെന്ന് ഇൻവെസ്റ്ററിന് ഒരു ഐഡിയ ഇല്ല. ഒരു ഹൈപ്പോത്തീസിസ് ഉണ്ട്. അപ്പോൾ ആ ഹൈപ്പോത്തീസിസ് ബാക്ക് ചെയ്യാൻ വേണ്ടി 3-4 പേരെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആരെങ്കിലും ഒരാൾ കത്തിക്കഴിഞ്ഞാൽ രക്ഷപ്പെട്ടല്ലോ. ട്രൂ. അപ്പോൾ അതിൽ ചിലപ്പോൾ 2 കമ്പനിയെ മെർജ് ചെയ്യലായിരിക്കാം. That's happened in the Indian ecosystem multiple times. അപ്പോൾ എന്ത് പറഞ്ഞിട്ട് ഫൗണ്ടർ തയ്യാറല്ല രീതികൾ മാറ്റാൻ? ഇൻവെസ്റ്റർക്ക് പിന്നെ തിരിക്കാൻ പറ്റുമോ? അതായത് ഇൻവെസ്റ്റർക്ക് ആകെ 10% ഷെയർ അല്ലേ ഉള്ളൂ. സോ വാട്ട് ഡസ് ദ ഇൻവെസ്റ്റർ ഡു അറ്റ് ദാറ്റ് പോയിന്റ് ഓഫ് ടൈം ഇഫ് ദ ഫൗണ്ടർ ഈസ് നോട്ട് റെഡി ടു? അതാ ഞാൻ പറഞ്ഞത്, സി ഗുഡ് ഫൗണ്ടർ ബാഡ് പ്രോഡക്റ്റ്, യു വാണ്ട് ടു കീപ് ദ ഫൗണ്ടർ. നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ. ബാഡ് ഫൗണ്ടർ ഗുഡ് പ്രോഡക്റ്റ്, നമ്മൾ ഒരു ലെവൽ വരെ ഫൈറ്റ് ചെയ്യും ടു സേ ദാറ്റ് ഹേ യു ഹാവ് ബിൽഡ് സംതിങ്, അതിന് വാല്യൂ ഉണ്ട്, പക്ഷെ യു ആർ നോട്ട് എക്സിക്യൂട്ടിങ് വെൽ. സോ യു ഗിവ് ദം എ കപ്പിൾ ഓഫ് ലൈഫ് ലൈൻസ് ഓർ തോട്ട്സ് സെയിങ് ദാറ്റ് ഇത് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും, അതർവൈസ് ബ്രിങ് ഇൻ സംബഡി ദാറ്റ് വിൽ കോംപ്ലിമെൻറ്റ് എക്സെട്ര എക്സെട്ര. ഇഫ് യു ഡസൻറ്റ് ഡു ഇറ്റ് ദെൻ ഐ വുഡൻറ്റ് വേസ്റ്റ് മൈ ടൈം. നമ്മളടുത്ത പരിപാടി നോക്കി പോകും. ഐ വുഡൻറ്റ് വേസ്റ്റ് മൈ ടൈം. ഓക്കെ. ഇത് എനിക്ക് തോന്നുന്നു യു റീസെൻ്റ്ലി സോ അർജുൻസ് പോഡ്കാസ്റ്റ് വിത്ത് മീ ആൻഡ് പുഷ്കർ as well. അതെ, വളരെ എവിഡൻ്റ് ആയിട്ട് അർജുൻ ബിൽഡിംഗ് ഇൻ ഇന്ത്യയിൽ. ബട്ട് ഒരു കാര്യം വളരെ ക്ലിയർ ആയിട്ട് അർജുൻ പറയുന്ന പോഡ്കാസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഫണ്ട് റേസ് നടന്നു, യു ഹവ് റേസ്ഡ് couple of $1 million at $10-15 million valuation. Founder net worth is not the amount of shares that you own into the share price. അതിപ്പോഴും നോഷണലാണ്. ട്രൂ. അങ്ങനെ ഒരു വാല്യുവേഷൻ ഇല്ല. ഇറ്റ്സ് ജസ്റ്റ് ടു ആ എമൗണ്ട് നിങ്ങൾ യൂസ് ചെയ്യുന്നത് കമ്പനി വളർത്താൻ വേണ്ടിയിട്ട് മാത്രം. അത് ലിക്വിഡ് അല്ല, അത് നമ്മുടെ സ്വന്തം നെറ്റ് വർത്ത് അല്ല. കറക്റ്റ്. ഓക്കെ. ബാഡ് ഫൗണ്ടർ ബാഡ് പ്രൊഡക്റ്റ്. Yeah, bad founder, bad product. I just think that I'll say hi, how are you? We can be good friends, but you need to go back to the drawing board. Right? And ഇല്ല, ഇത് ഞാൻ 10-40-50 വയസ്സിൽ കാണുന്ന ആൾക്കാരുണ്ട്, 22-23 വയസ്സിൽ കാണുന്നവരുണ്ട്. അൺഫോർച്യുനേറ്റ്ലി എനിക്ക് തോന്നുന്നു നമുക്ക് എല്ലാവർക്കും ലിമിറ്റഡ് ടൈം ടു ഹെൽപ്പ് എ സർട്ടൻ നമ്പർ ഓഫ് ഫൗണ്ടേഴ്സേ ഉള്ളൂ. അപ്പം അവിടെ അവർ ദേ ഹാവ് ടു ഗോ ബാക്ക് ടു ദ ഡ്രോയിങ് ബോർഡ് ടു ഫിഗർ ഔട്ട് എന്ത് ചെയ്യണം അടുത്ത. അല്ല, എനിക്ക് തോന്നുന്നു ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടെസ്റ്റ് ടു എവറി ടൈം, ലൈക്ക് ഇഫ് യു ആർ എ സ്പോർട്സ് മാൻ, ലെറ്റ്സ് സേ യു ആർ പ്ലേയിങ് ഫുട്ബോൾ ഓർ ക്രിക്കറ്റ്, എവറി ടൈം യു ഗോ ഔട്ട് ഇൻ ദ ഗ്രൗണ്ട് ഇറ്റ് ഈസ് എ ടൈം ടു പ്രൂവ് യുവർ സെൽഫ്, ബട്ട് ഇറ്റ്സ് ഓൾസോ എ ടൈം വെർ യു വിൽ ആക്ച്വലി നോ നമ്മൾ ഏത് ലെവലിലാണ്. ഇതപ്പോൾ നമ്മൾ പോയി വണ്ടി ഓടിക്കാൻ നോക്കി ഇടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇത് വിളവ് വരുമല്ലോ. It might happen in a few months, it might happen in a few years, it might not happen at all, but that's par for the course. ഓക്കെ. പിന്നെ ഞാൻ ഈ ഇൻവെസ്റ്റ്മെൻറ്റ്സ് റേസ് ചെയ്യുമ്പോൾ
ഈ $1 ബില്യൺ വാല്യുവേഷനാണ് എല്ലാ ഇൻവെസ്റ്റേഴ്സും നോക്കുന്നത്. അതിൻ്റെ ഒരു ലോജിക്ക് എന്താ? അതായത് എപ്പോഴും സന്ദീപിനെ പോലെ ഒരാൾ $1 ബില്യൺ വാല്യുവേഷൻ എത്തിക്കാനാണോ നോക്കുക, ഓർ എൽസ് ഇസ് ദർ അനദർ വേ ഔട്ട് ഓഫ് ഇറ്റ്? ഷുവർ, that's a very very interesting topic for the times. ഇന്നത്തെ AI കമ്പനീസിൽ വരുമ്പോൾ അവർ തുടങ്ങുന്നതിന് മുമ്പ് $1 ബില്യൺ വാല്യുവേഷനാണ്. അതെ. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ഗെയിം ഓഫ് ഔട്ട്ലയേഴ്സ്. നമ്മൾ പ്രൊഫഷണൽ ഒരു VC ഫണ്ട്, ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫണ്ട് ലെവലിൽ ചിന്തിക്കുമ്പം അവർ ഫണ്ട് മാനേജറാണ്. വേറെ എല്ലാവരും ഫണ്ടാണ് എടുക്കുക. വേറെ ഉള്ളവർ, അപ്പോൾ പെൻഷൻ ഫണ്ട് ആയാലും സോവറിൻ ഫണ്ട് ആയാലും അവർ ഫണ്ട് എടുത്തിട്ട് ആ ഫണ്ട് മാനേജേഴ്സ് ആർ പുട്ടിങ് ക്യാപിറ്റൽ ഇൻ ടു കമ്പനീസ്. കറക്റ്റ്. അവരുടെ കേസിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷാൻ, ഒരു ഫണ്ടിൽ X amount ഓഫ് മണി ഉണ്ടെന്ന് വെച്ചോ, അത് 500 മില്യൺ ആവാം, 30 മില്യൺ ആവാം, എന്താണെങ്കിലും അവരൊരു ലിമിറ്റഡ് നമ്പർ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആയിരിക്കും ചെയ്യുന്നത്. അത് 30 തൊട്ട് 40 കമ്പനീസിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആയിരിക്കും ചെയ്യുന്നത്. അവർക്ക് 1-2 കമ്പനീസ് സൂപ്പർ സക്സസ്ഫുൾ ആവണം. അതെ. അപ്പോൾ അവർ നോക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ 30 കമ്പനിയുടെ എക്സാമ്പിൾ എടുത്തിട്ടുണ്ടെങ്കിൽ ആ 30 കമ്പനിക്കകത്ത് 1-2 കമ്പനി ഷുഡ് ബി ലൈക്ക് റോക്കറ്റ്സ്. അപ്പോൾ അവർ പൈസ ഇടുന്നത് മേ ബി ലൈക്ക് 30 കമ്പനി ആണെങ്കിൽ they're putting in a couple of $1 million into a company. 2 million they're putting it at a 20 million or 20 million valuation. That 20 million valuation should go to at least 500, 600, whatever. ഇവരുടെ കണക്ക് എത്രയേ ഉള്ളൂ ഷാൻ? ഇവരുടെ കയ്യിലുള്ള ഫണ്ടില്ലേ, ഇവരുടെ കയ്യിലുള്ള ഫണ്ട് ആക്ച്വൽ കേസിൽ 3 ഇരട്ടി ആ ഫണ്ട് റിട്ടേൺ ചെയ്ത് കഴിഞ്ഞാൽ ദേ ആർ എ വെരി ഗുഡ് മാനേജർ. അത് റിട്ടേൺ ചെയ്യാൻ എത്ര സമയം കൊണ്ട്? ഇത് നോർമലി ഇറ്റ് ഈസ് എനിവെയർ ഫ്രം 7 to 10 years or 7 to 12 years. ഓക്കെ. അപ്പം അത്രയുമാണ് ലോക്ക്ഡ് ഇൻ പീരിയഡ്. ഓക്കെ. അപ്പം അവർ സോ ഒരു വേൾഡ് ക്ലാസ് കമ്പനി ഉണ്ടാക്കാനുള്ള നോർമൽ ടൈം പീരിയഡ്, ലെറ്റ്സ് ടേക്ക് എ ലുക്ക് അറ്റ് Freshworks. I think Freshworks was started in 2010, 2011, and they went public in 2023, I think. True. 23 or 24. Yeah, 11-12 years. So you are talking of 10-12 വർഷമാണ് ഒരു വേൾഡ് ക്ലാസ് കമ്പനിയെ ഉണ്ടാക്കാനുള്ള ടൈം പീരിയഡ്. Okay, yeah, AI, a lot of these companies are shorter, but yeah. അപ്പം ഇത്രയും ഡ്യൂറേഷൻ ഉള്ളപ്പം ഈ ഫണ്ട് എടുക്കുന്നവർക്ക് they should be in a couple of these companies that will go on to be IPO or get acquired. True. So അവർ ആക്ച്വലി നോക്കുമ്പം ആ 30 കമ്പനിക്കകത്ത് 22-23 എണ്ണം വിൽ ഫെയിൽ. ദേ ആർ ഓക്കെ വിത്ത് ദാറ്റ്. ഇതൊരു പോർട്ട്ഫോളിയോ ഡൈവേഴ്സിഫിക്കേഷൻ ഗെയിമാണ്. നമ്മുടെ ഒരു പോർട്ട്ഫോളിയോ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ 2 എണ്ണം ഊട്ടിയാണെങ്കിൽ ബാക്കിയെല്ലാം ചട്ടിയാൻ കുഴപ്പമില്ല. കറക്റ്റ്. നമ്മൾ ഇത് ആലോചിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഫോർ എക്സാമ്പിൾ ഷാൻ പോയിട്ട് NSE അല്ലെങ്കിൽ BSEയിൽ ഒരു സ്റ്റോക്ക് മാർക്കറ്റിൽ 1000 രൂപ ഇട്ടിട്ട് 1000 രൂപ ഇട്ട് ഒരു 30 കമ്പനി വാങ്ങിക്കുക, മിഡ് ക്യാപ്പ് ഓർ സ്മോൾ ക്യാപ്പ്. യു ഹാവ് ഡൺ നോ റിസർച്ച്, സം എമൗണ്ട് ഓഫ് റിസർച്ച്, വാട്ടെവർ, വാങ്ങിക്കുക. ഈ 30 കമ്പനി അപ്പം എത്രയായി? 1000 രൂപ ഇട്ടപ്പോൾ 30,000 രൂപയായി. എന്നിട്ട് അത് ഹോൾഡ് ചെയ്യുക. 2 വർഷം 3 വർഷം 4 വർഷം എടുക്കുക. ചിലപ്പം 1-2 കമ്പനി ഇതിനകത്തുനിന്ന് 30 ഇരട്ടി 40 ഇരട്ടി 20 ഇരട്ടി. അപ്പം അത്രയും പൈസ വന്നപ്പോഴേക്ക് ഇത് നമ്മൾ ഇട്ട 30,000 രൂപ കവർ ചെയ്തു. അതാണ് ലോജിക്ക്. സോ ഞാൻ ഒരിക്കലും ഈ തീസിസിൽ അത്ര ഞാൻ ബിലീവ് ചെയ്യുന്നില്ല. ബിക്കോസ് ഞാൻ ബിലീവ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഓപ്പർച്യൂണിറ്റീസ് ഓൾവേസ് ഉണ്ട്. റൈറ്റ്? ഇഫ് യു ക്യാൻ ബാക്ക് ഗുഡ് ഫൗണ്ടേഴ്സ് ട്രൈങ് ടു ബിൽഡ് ഗുഡ് കമ്പനീസ്, ഇന്ത്യയിൽ അതൊരു ക്ഷാമമില്ല. കേരളത്തിലും ഇന്ത്യയിലും എവിടെ നോക്കിയാലും ഇപ്പോൾ ഇന്നത്തെ കോസ്റ്റ് ഓഫ് ബിൽഡിംഗ് ഇസ് കമ്മിങ് വെരി ലോ. ആൻഡ് ദെൻ യു ഗോ ത്രൂ വിത്ത് ദെം ഇൻ ദാറ്റ് ജേർണി. എൻ്റെ ലെവൽ ഓഫ് സ്ക്രൂ അപ്സ് ഇൻ മൈ ഓൺടർപ്രണറിയൽ ജേർണി, if I can pass on to some of them and they don't do so many screw ups and build better outcomes, that's good. So I'm not looking at a $1 billion exit, right? I mean, if it happens, it's good. Very good. But I'm saying that if somebody can build a company that is going to be like profitable company in the mid to long term, I don't mind taking an exit in 3 years, 4 years. I don't mind staying, because I'm not, to be very honest, I'm not putting a lot of money as well. True. I can stay for a lot longer as well.
ബട്ട് എൻ്റെ വിശ്വാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഫ് ഐ ബ്രിങ് മോർ ദെൻ ക്യാപിറ്റൽ true. ദെൻ ഈ 24 24 കമ്പനി ഫെയിൽ ചെയ്യുന്നതിനകത്ത് എനിക്കൊരു 4-5 ഫെയിൽ ചെയ്യാതെ പ്രോഫിറ്റബിളായിട്ട് എത്തിക്കാം എന്നൊരു തോന്നലുണ്ട് എനിക്ക്. True. അല്ലെങ്കിൽ അവരെ കൊണ്ട് പിവറ്റ് ചെയ്യിപ്പിക്കാം. True. ദാറ്റ്സ് ദ സോ ഈച്ച് ഇൻവെസ്റ്റർ ഹാസ് ദെയർ ഓൺ തീസിസ്. ഓക്കെ, സോ എൻ്റെ നമ്മൾ ഇൻവെസ്റ്റർ തീസിസും കൂടി മനസ്സിലാക്കാൻ ശ്രമിക്കണം. വാട്ട് ഈസ് ദ ഔട്ട്കം ദേ ആർ എക്സ്പെക്ടിങ്? ഇത് ഇത്രയും കാശ് ഞാൻ തന്നു കഴിഞ്ഞാൽ എനിക്ക് എന്ത് ഔട്ട്കമാണ് വേണ്ടതെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കണം. ലൈക്ക് ഒരു പ്രാവശ്യം ഞാൻ എല്ലാവരെയും മീറ്റ് ചെയ്യുമ്പോഴും വൺ ഓഫ് ദ തിങ്സ് ദാറ്റ് ഐ കീപ് ഹിയറിംഗ് ഇസ് ഐ ആം പിച്ചിങ് ടു 25 VCs. ഐ എം പിച്ചിങ് ടു 200 VCs. I got rejected by a lot of VCs. ഞാൻ അതിൽ വാട്ട് അഡ്വൈസ് ഐ ക്യാൻ ഗിവ് ഫൗണ്ടേഴ്സ് ഇസ് നമ്മൾ സ്വയം നമ്മുടെ കമ്പനി എന്താണ്, ആ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഒരു ചെറിയ ഡ്യൂ ഡിലിജൻസ് ചെയ്യുക. അവർ എന്ത് തീമിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, Correct. എത്ര നാളത്തേക്കാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്, അവർ ഏതെല്ലാം കമ്പനീസാണ് ഇതിന് മുമ്പേ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. Correct. സ്പീക്ക് ടു കപ്പിൾ ഓഫ് ദീസ് ഫൗണ്ടേഴ്സ്. ദെൻ 30 കമ്പനി 50 കമ്പനി VC ഫണ്ട്സ് ഉണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ 6 എണ്ണത്തിൽ പിച്ച് ചെയ്യത്തുള്ളൂ. കാര്യം വെച്ചാൽ എൻ്റെ കമ്പനി ആൻഡ് വാട്ട് ഇസ് ദ തീം, ദർ ഇസ് എ മാച്ച്. ട്രൂ. അപ്പോൾ അത് നേർക്ക് പഠിക്കുക. ആദ്യം ആ ഇൻവെസ്റ്ററെ കുറിച്ച് നേർക്ക് പഠിക്കുക. അവരെ പോർട്ട്ഫോളിയോ ഓഫ് കമ്പനീസ്. അതെല്ലാം പബ്ലിക് ആണല്ലോ. കറക്റ്റ്. അതെല്ലാം പബ്ലിക് ആണല്ലോ. നിങ്ങളെ പോർട്ട്ഫോളിയോ നിങ്ങളെ വെബ്സൈറ്റിൽ ഉണ്ടാവും. ഞാൻ തരാം. കുറച്ചല്ല എൻ്റെ ആർക്കും വെബ്സൈറ്റിൽ. നിങ്ങളെ അപ്രോച്ച് ചെയ്യണം, ആദ്യം പഠിക്കുക, നിങ്ങളെ പറ്റി പഠിക്കുക. എൻ്റെ ലിങ്ക്ഡിനിലും എൻ്റെ പേഴ്സണൽ വെബ്സൈറ്റിലും എൻ്റെ പോർട്ട്ഫോളിയോ കുറച്ചെല്ലാം ഉണ്ട്. ഓക്കെ, അപ്പോൾ അതിനകത്ത് കുറച്ച് ഫൗണ്ടേഴ്സിനൊക്കെ ചിലപ്പോൾ നിങ്ങൾ ഡയറക്റ്റ്ലി അറിയാൻ മതി. അവരെ വിളിച്ചു നോക്കുക. ഈ സന്ദീപ് എങ്ങനെയാണ് കട്ടപ്പഴാണ് എപ്പോഴാണ് ഫൗണ്ടറെ കട്ട് ചെയ്യുക? ഞങ്ങൾ അങ്ങനൊന്നും കട്ട് ചെയ്യാറില്ല. ഓക്കെ, നൈസ്. അപ്പോൾ അങ്ങനെ ഞങ്ങളെ റീച്ച് ഔട്ട് ചെയ്യാം. ഇത് ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇന്ത്യ ഇപ്പം ഒരു ബിൽഡിംഗ് സ്റ്റേജിൽ നിൽക്കുന്ന ഒരു എക്കോണമിയാണ്. ഇപ്പം ഞങ്ങൾ കോളേജിൽ പോയ സമയം മേ ബി 25 years ബാക്ക് എഞ്ചിനീയർ ആണോ അല്ലെങ്കിൽ ഡോക്ടർ ആണോ. ഇന്ന് ഞാനൊരു ക്രിയേറ്റർ ആവാന്ന് വീട്ടിൽ പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടുകാർ തല്ലിക്കൊല്ലത്തില്ല. കറക്റ്റ്. കഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രാം കാണിച്ചു കൊടുത്താൽ മതിയല്ലോ. അതെ, സോ ഞാൻ പറഞ്ഞത് ഒരുപാട് മെച്യൂർ ആയിക്കൊണ്ടിരിക്കുന്ന മാർക്കറ്റാണ്. അപ്പം അവിടെ മെച്യൂർ ആകുമ്പോഴേക്കും ഫസ്റ്റ് ജനറേഷൻ ഫൗണ്ടേഴ്സിന് ഒരുപാട് ലോട്ട് ഓഫ്, നമ്മൾ നേരത്തെ സംസാരിച്ച കാര്യം, ഒരുപാട് നോയ്സ് ഉണ്ട്. ആ നോയ്സ് എത്രമാത്രം കട്ട് ചെയ്യുക, സ്വന്തം കമ്പനിക്ക് വേണ്ടി എന്താണ് ചെയ്യേണ്ടത് വളരെ റെലവൻ്റായി. ഇപ്പം പറയത്തില്ല, ഇപ്പം പലരും B2B കമ്പനി സ്റ്റാർട്ട് ചെയ്തു, ആദ്യം പൈസ ആഡിലിടണമെന്ന് പറയുന്നവരുണ്ട്. കറക്റ്റ്. ഞാൻ പറയുന്നത് വെച്ചാൽ B2B കമ്പനി സ്റ്റാർട്ട് ചെയ്താൽ എന്തുകൊണ്ടാണ് ആദ്യം പൈസ ആഡിലിടേണ്ടത്? കണ്ടന്റ് ചെയ്യുക, SEO ചെയ്യുക, അറിയുന്ന ആൾക്കാരെ വിളിക്കുക, ലിങ്ക്ഡിനിൽ വെച്ചിട്ട് റീച്ച് ഔട്ട് ചെയ്യുക. കറക്റ്റ്. വൈ ഡു യു വാണ്ട് ടു സ്പെൻഡ് മണി ഓൺ ആഡ്സ്? ആൻഡ് വർക്ക് ഫോർ ദം. എക്സാക്ട്ലി, റൈറ്റ്. അപ്പം ഇവിടെ ഈ ഇമ്പോർട്ടൻസ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടോക്ക് ടു ദ റെലവൻറ്റ് പീപ്പിൾ, ഡു യുവർ ഹോം വർക്ക്, പിച്ച് ടു ദ റൈറ്റ് പീപ്പിൾ അറ്റ് ദ റൈറ്റ് സ്റ്റേജ്. അപ്പോൾ എനിക്കിപ്പം ചില ആൾക്കാർ എന്നെ പിച്ച് ചെയ്യുമ്പം ദേ വുഡ് ബി അറ്റ് ഐഡിയ സ്റ്റേജ് or they are still validating the model. I am like happy to look at it, send me the deck, but this is not a stage that I'll be really keen on. അപ്പോൾ നിങ്ങളൊരു 5 ലക്ഷം റവന്യൂ ഉണ്ടെങ്കിൽ ഇറ്റ് മേക്ക് സെൻസ് ഫോർ യു അറ്റ് ദ മൊമെന്റ് majority? Yeah, I mean, there are deals that we do, I do slightly higher as well. പക്ഷേ ഒരു അവർക്ക് ഇപ്പം ഒരു സ്റ്റാർട്ടപ്പ്, ഒരു D2C സ്റ്റാർട്ട്, നമ്മളത് ഫുൾ D2C ആൾക്കാരാണ്. സോ ഒരു ഇ-കൊമേഴ്സ് അല്ലെങ്കിൽ ഓൺലൈൻ ബിസിനസ് ആണെങ്കിൽ അവർക്ക് എത്ര റവന്യൂ ഉണ്ടെങ്കിലാണ് they need to look at someone like you? I think നിങ്ങളുടെ ഓഡിയൻസിൽ somebody who's doing 5 to 10 lakhs, we can figure out. Monthly? 5 to 10 lakhs monthly will be somebody that we can take a look at for sure. ഇത് D2Cയുടെ പ്രശ്നം എന്ന് പറയുന്നത് കാറ്റഗറി എക്സ്പ്ലോഷൻ ആണ്. ഓരോ കാറ്റഗറിയിലും നമ്പർ ഓഫ് ബ്രാൻഡ്സ് കഴിഞ്ഞ 3 വർഷത്തിനകത്ത് ഇറ്റ്സ് ജസ്റ്റ് അടിച്ചു കയറുകയാണ്. ദാറ്റ് ഈസ് വൺ. സെക്കൻഡ് ഈസ് ഇ-കോം, ക്വിക്ക്-കോം. ഇ-കോം, ക്വിക്ക്-കോമിനകത്ത് ദ amount of money that is required for spending is a lot. True. Right? അപ്പം what I'll be really interested in is founders who are doing like 5 lakhs, 10 lakhs. We're talking to people who are doing about 10, 15 lakhs as well. 5 lakhs, 10 lakhs in the companies with very good retention. Retention of customers. Retention of customers. Like ഒരു പെർസെൻറ്റേജിൽ പറയാൻ പറ്റുമോ?
റിട്ടേണിംഗ് കസ്റ്റമേഴ്സ്. I would say between like 25 to 40%, 20 to 40%. ഓക്കെ. They are repeat customers. They have retention. എനിക്ക് ഈ D2Cയിൽ എനിക്ക് പ്രോഡക്റ്റ് ലവ്, കസ്റ്റമർ ലവ് ആണ് കാണേണ്ടത്. അതായത് 100 കസ്റ്റമേഴ്സ് വരുമെങ്കിൽ മിനിമം 20 കസ്റ്റമേഴ്സിനെങ്കിൽ ദേ ഹാവ് ടു കണ്ടിന്യൂസ്ലി ബൈ ഫ്രം യു. They have to continuously buy from you, and if they talk referral, because end of the day നമ്മൾ പറയുന്നത് എന്ത് മാർക്കറ്റിംഗിൽ പറഞ്ഞാലും വേർഡ് ഓഫ് മൗത്ത് മാർക്കറ്റിംഗ് ഈസ് ദ മാർക്കറ്റിംഗ്. ഇപ്പോൾ ഈ $1 billion ബ്രാൻഡ്സ് ഒരുപാട് ഉണ്ടാക്കിയിരിക്കുന്ന എല്ലാം വേർഡ് ഓഫ് മൗത്ത് മാർക്കറ്റിംഗ് ആണ്, മനസ്സിലായില്ലേ? അപ്പം നമുക്ക് ആ ഒരു ചില ഇൻഡിക്കേഷൻസ് ദാറ്റ് they have revenue and there's a lot of retention. They might have a lot of people in the same category, whatever, but there's something that they're doing right. Is a good indication. അതായത് ആൾക്കാർ കസ്റ്റമേഴ്സ് അവരെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ഓക്കെ. സോ ദാറ്റ് ബിക്കോസ് അതെടുത്തിട്ട് സോഷ്യലിൽ നമുക്ക് ആംപ്ലിഫൈ ചെയ്യാൻ പറ്റും. അതെ, കറക്റ്റ്. അതെടുത്തിട്ട് നമുക്ക് റെഫറൽ ഉണ്ടാക്കാൻ പറ്റും. ട്രൂ. റെഫറൽ, സോഷ്യൽ, റിട്ടൻഷൻ, you can increase more. You can run campaigns to see people who are not ordering that. അപ്പോൾ നമ്മളെ ഓഡിയൻസിനോട് പറയാനുണ്ട്, വെറുതെ കയറി ഇമെയിൽ അയക്കരുത്. നിങ്ങൾ ആ റേഞ്ചിൽ ഉണ്ടെങ്കിൽ മാത്രമേ ഇമെയിൽ അയക്കാൻ പാടുള്ളൂ. പ്ലസ് യു ലേൺ അബൌട്ട് ദ ഇൻവെസ്റ്റർ, ഏതൊക്കെ ഏരിയയിലാണ് ഇൻവെസ്റ്റ് ചെയ്ത്, ആൻഡ് സി പിന്നെ സന്ദീപിന് എങ്ങനെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം. അപ്പോൾ സന്ദീപിൻ്റെ ഒരു പോർട്ട്ഫോളിയോ നിങ്ങൾ ലിങ്ക്ഡിനൊക്കെ വായിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സന്ദീപിൻ്റെ പോഡ്കാസ്റ്റിൽ പോയി കഴിഞ്ഞാൽ ഏകദേശം ഐഡിയ കിട്ടും. അങ്ങനെ മാത്രമേ റീച്ച് ഔട്ട് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, നൗ ടുവേർഡ്സ് ദ ലാസ്റ്റ് സെഗ്മെൻറ്റ് ഓഫ് അവർ പോഡ്കാസ്റ്റ്, AI കംപ്ലീറ്റ്ലി ഡിസ്റപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. എന്താ സംഭവിക്കുക നമുക്ക് ആർക്കും അറിയില്ല. വാട്ട് ഡു യു തിങ്ക്, എങ്ങോട്ടാണ് AI പോണത്? D2C സ്റ്റാർട്ടപ്സിന് എങ്ങനെ യൂസ് ചെയ്യാം, ഓർ ജനറലി AI എന്താണ്, വാട്ട് ഈസ് ഇറ്റ് ഡൂയിങ് ഫോർ us? ഓക്കെ, ഇത് നമുക്ക് വേണമെങ്കിൽ നമുക്കൊരു ലെയറായിട്ട് സംസാരിക്കാം. നമുക്ക് മേ ബി ആദ്യം നമുക്ക് AI-നെ പറ്റി സംസാരിക്കാം. Then we can talk about AI specifically to D2C, right? AI എൻ്റെ അഭിപ്രായത്തിൽ we have not seen anything yet. അടുത്ത 2-4 വർഷത്തിൽ വരാൻ പോകുന്ന കാര്യങ്ങൾ ഭീകരമാണ്. വിച്ച് മീൻസ് എവറിബഡി ഷുഡ് ബി, 2 കേസുണ്ട്. കുറച്ച് വറി വേണം എല്ലാവർക്കും, ജോലി ചെയ്യുന്നവരും കച്ചവടം ചെയ്യുന്നവരും എല്ലാവർക്കും ഒരു ലെവലിൽ വറി വേണം. രണ്ടാമത്തെ ലെവലിൽ ഇതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കാണണം. റൈറ്റ്. ഐ തിങ്ക് ഫണ്ടമെൻ്റലി AI ഒരുപാട് ജോലികൾ റിഡൻഡൻ്റ് ആക്കും, ഒരുപാട് വർക്ക് ഫ്ലോസ് കൊണ്ടുവരും, ഒരുപാട് ബിസിനസ്സസ് ആ നടുക്ക് നിന്ന് സ്പ്രെഡ് കളിക്കുന്ന, എന്ത് പറയണ, നമ്മൾ നോക്കുകൂലി എന്ന് പറയത്തില്ല നാട്ടിൽ, ഈ നോക്കുകൂലി ചെയ്യുന്ന ബിസിനസ്സസ് അക്രോസ് ദ വേൾഡ് ഫോർ മിഡ് മാർക്കറ്റ് ഓർ ലാർജ് മാർക്കറ്റ്, ദിൽ ബി ഡെഡ്. അതിപ്പോൾ അഗ്രികൾച്ചർ ആവാം, അത് യൂണിലെവറിൽ ഡിസ്ട്രിബ്യൂട്ടർ ആവാം, ആരായാലും ഇത്രയും ട്രാൻസ്പെറൻസി, ഇത്രയും വർക്ക് ഫ്ലോ, ഇത്രയും ആട്രിബ്യൂഷൻ വരുമ്പോഴേക്ക് ഒരുപാട് ലോകത്തുള്ള ബിസിനസ്സസ് ഡെഡ് ആവും ഇഫ് ദേ ഡോണ്ട് റീഇൻവെന്റ് ദംസെൽഫ്. സോ ഞാനിതിനെപ്പറ്റി, ഞാൻ AI പറ്റി ഒരുപാട് വായിക്കാറുണ്ട്, ഒരുപാട് പോഡ്കാസ്റ്റ് കാണാറുണ്ട്. 2-3 സ്കൂൾസ് ഓഫ് തോട്ട് ഉണ്ട്. ഇപ്പം ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ വിനോദ് ഖോസ്ലയുടെ പോഡ്കാസ്റ്റ്, പുള്ളി 2-3 പ്രാവശ്യം പോഡ്കാസ്റ്റിൽ വന്നായിരുന്നു. ഒന്ന് നിഖിൽ കാമത്തിൻ്റെ കൂടെ, പക്ഷേ അതല്ലാതെ 2-3 പോഡ്കാസ്റ്റ്. ഒരു AI വിൽ റിസൾട്ട് ഇൻ ലാൻഡ് ഓഫ് അബണ്ടൻസ്. നമുക്ക് എല്ലാവർക്കും ആവശ്യത്തിൽ കൂടുതൽ പൈസ വരും, എന്നിട്ട് അത് വെച്ചിട്ട് നമുക്ക് നമ്മുടെ ഐഡിയ, ഹ്യൂമൻ തോട്ട് എലിവേറ്റ് ചെയ്യാനൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്നാണ് വിനോദ് ഖോസ്ല പറഞ്ഞിരിക്കുന്നത്, വളരെ ഓപ്പണായിട്ട്. എൻ്റെ അഭിപ്രായത്തിൽ അത് നടക്കുന്നതിന് മുമ്പേ വി വിൽ ഗോ ത്രൂ എ മാസീവ് എമൗണ്ട് ഓഫ് പെയിൻ. സി, AI വന്നിട്ടുണ്ടെങ്കിൽ മാനുഫാക്ചറിംഗ് ഔട്ട്പുട്ട് കൂട്ടാം വിത്ത് ലെസ് നമ്പർ ഓഫ് പീപ്പിൾ, സർവീസസ് മോർ എഫിഷ്യൻ്റ് ആവും. എല്ലാ ഇൻഡസ്ട്രിയിലും AI വിൽ എഫക്റ്റ് ആൻഡ് ഡിസ്റപ്റ്റ് എ ലോട്ട് ഓഫ് തിങ്സ്. പക്ഷേ ഈ
ഹ്യൂമൻ ക്യാപിറ്റൽ ആൾക്കാർ ലോകത്ത് മൊത്തം ഉള്ളവർ അവർക്ക് ആ ഒരു റീ ഓർഡറിങ് നടക്കാൻ വേണ്ടി ഒരുപാട് പെയിൻ വരും. ഒരുപാട് വിൽ ഫേസ് എ ലോട്ട് ഓഫ് ജോബ്ലെസ്നെസ്, അൺസർട്ടനിറ്റി, all of that kind of things, right? So there is going to be opportunities to build On top of AI. across all of these categories, right? The other side is people saying there is going to be World War IV. There's probably going to be World War IV with universal basic income. Universal basic income ഇല്ലാതെ ലോകം ഒരു സ്റ്റേബിൾ ലെവലിൽ നിർത്താൻ പറ്റില്ല ഫ്രം എ പൊളിറ്റിക്കൽ പോയിന്റ് ഓഫ് വ്യൂ. ഇത്രയും പേര് എല്ലാവർക്കും വെറുതെ കാശ് കൊടുക്കും. ഇല്ല, ഇത്രയും പേർക്ക് ജോലി പോയിട്ടുണ്ടെങ്കിൽ യൂണിവേഴ്സൽ ബേസിക് ഇൻകം ഇല്ലാതെ ഇരുന്നിട്ടുണ്ടെങ്കിൽ യു ആർ ഗോയിങ് ടു ബി ഇൻ എ സിറ്റുവേഷൻ വേർ യു ഹാവ് അനാർക്കി ഗ്ലോബലി. അനാർക്കി എന്ന് പറയുമ്പോൾ അനാർക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമ്മിൽ അടിച്ച് പിരിയും, സിവിൽ വാർ സിറ്റുവേഷൻ, റൈറ്റ്? അബണ്ടൻസ് നല്ലതാണ്, അബണ്ടൻസ് വരണം എല്ലാവർക്കും. അവരവർക്ക് ഇപ്പോൾ ആലോചിക്കുക, ഷാനിപ്പോൾ യു ജസ്റ്റ് വേക്കിംഗ് അപ്പ് എവറി ഡേ ആൻഡ് ഡൂയിങ് ഓൺലി ദ തിങ്സ് ദറ്റ് യു ലവ് ആൻഡ് എൻജോയ് ആൻഡ് യു ഹാവ് ഇനഫ് മണി, then you will complement and compound just that. That should be the same with ആരെങ്കിലും ഊബർ ഓടിക്കുന്നവർ. That should be the same with somebody who's running like an event company. എല്ലാവരുടെ കേസിലും അതായിരിക്കണമല്ലോ, റൈറ്റ്? സോ അത് ഒന്ന്. നൗ സ്പെസിഫിക് ടു D2C ഞാൻ കാണുന്ന ഓപ്പർച്യൂണിറ്റീസ് ഇതാണ്. AI is there. അത് കാരണം massive amounts of data from platforms about user behavior synthesize ചെയ്യാൻ പറ്റും. അത് സിന്തസൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ you can take products more viral, number one. Number two, you can build new products or new categories. So the amount of data that you have on YouTube, Instagram, Reddit, LinkedIn, all that is huge. ഇതിപ്പോൾ നമുക്ക് ഇപ്പോൾ മാനുവലി ഈ സംഭവങ്ങൾ മൊത്തം അനലൈസ് ചെയ്ത് ചെയ്യാൻ ഒരു ലിമിറ്റേഷൻ ഉണ്ട്. AI വെച്ച് ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഏത് പിക്കിൾ, ഏത് ഹെയർ ലോസ് ക്രീം, യു ക്യാൻ ഫിഗർ ഓൾ ഓഫ് ദോസ് തിങ്സ് ഔട്ട് വെരി ക്വിക്ക്ലി. ഓപ്പറേഷണൽ എഫിഷ്യൻസി ഒബ്വിയസ്ലി വരും, because you can automate a lot of things. True. AI agents വെച്ച് ഓട്ടോമേറ്റ് ചെയ്യാം. Yeah. You can do AI agent automation on both the front end side. നമ്മൾ കസ്റ്റമർ സക്സസ്, അതാണ് ഏറ്റവും കൂടുതൽ ഡിസ്ട്രപ്റ്റ് ആകാൻ പോകുന്നത്. അല്ല, അത് ഓൾറെഡി ഡിസ്ട്രപ്റ്റ് ആയി. ഞങ്ങളുടെ AI ഏജന്റാ. സെയിം ലെവൽ ഓഫ് ഇന്റലിജൻസ് വിൽ കം ഇൻ ദി ബാക്ക് ഓഫീസ്. എത്ര ഓർഡർ ഡെലിവറി ചെയ്യണം, എത്ര ഓർഡർ പ്ലേസ് ചെയ്യണം, എന്തെല്ലാം ആയിരിക്കണം അത് ഓർഡർ. ഇപ്പോഴും ആൾക്കാർ ഇരുന്നിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇ-കോമേഴ്സ് സൈറ്റ്സ് അക്രോസ് ദ വേൾഡ് ആർ ഡൂയിങ് ഇറ്റ് ദാറ്റ് വേ. ഇത് ഫുൾ ഏജന്റിഫൈ ചെയ്യാൻ പറ്റും. സോ ഫ്രണ്ട് എൻഡ് ടു ബാക്ക് എൻഡ് ഓർഡർ ഡെലിവറി, കസ്റ്റമൈസ് വർക്ക് ഫ്ലോ, ഓൾ ഓഫ് ദാറ്റ്, ഇതെല്ലാം വളരെ നിമ്പിൾ ആവും. അപ്പം നമ്പർ ഓഫ് പീപ്പിൾ റിക്വയർഡ് ലെസ്സർ. കസ്റ്റമർ നോക്കുമ്പം കസ്റ്റമറിന് ഏറ്റവും റെലവെൻ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് ആയിരിക്കും കാണുന്നത്. അതെ, ഓൺലൈൻ സ്റ്റോർ ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മലമറിക്കുന്ന പരിപാടിയൊന്നുമല്ല. ഇതൊക്കെ നിങ്ങൾക്കും ചെയ്യാൻ പറ്റും. അത് നിങ്ങളെ പഠിപ്പിക്കുകയാണ് ഞങ്ങളുടെ ലക്ഷ്യം. 10 ദിവസം കൊണ്ട് നിങ്ങളെ ഞങ്ങളൊരു ഓൺലൈൻ സ്റ്റോർ എക്സ്പേർട്ട് ആക്കി തരാം. 15 മിനിറ്റ് എല്ലാ ദിവസവും മുടക്കിയാൽ 10ാമത്തെ ദിവസം നിങ്ങൾക്കൊരു ലൈവ് ഓൺലൈൻ സ്റ്റോർ ഉണ്ടാക്കാം. സോ AI ഈസ് ഡെഫിനറ്റ്ലി ഗോയിങ് ടു ചേഞ്ച്. അത് പഠിക്കുക. എന്താണ് ആസ് എ ഓഡിയൻസിന് എന്താ നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാനല്ലേ? കീപ് ബിൽഡിങ് വെച്ചാൽ ഏത് പ്രോഡക്റ്റും ഇന്ന് ഞാൻ ഇത് പറഞ്ഞാലും ഇന്ന് ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉണ്ട് ഇന്ത്യയിൽ വിൽക്കാൻ, ലോകത്ത് എല്ലായിടത്തും വിൽക്കാൻ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. സോ ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ കീപ് ബിൽഡിങ്, കീപ് യുവർ സെൽഫ് വെരി ഫ്ലെക്സിബിൾ. ഡൗട്ട് ചോദിക്കാൻ ബുദ്ധിമുട്ടില്ല. യു ഷുഡ് ആസ്ക് ദ ഡൗട്ട്സ് ഫ്രം യുവർ പിയർ നെറ്റ്വർക്ക്, അതേഴ്സ് എക്സെട്ര. ഒരു മിസ്റ്റേക്ക് അല്ല, ഡിസിഷൻസ് എടുക്കുമ്പം അത് ചേഞ്ച് ചെയ്യാനുള്ള ഫ്ലെക്സിബിലിറ്റി കാണണം. There's enough opportunity to build and create products. True. Okay, with that we wrap our episode. Thank you for finally doing this. ഇന്നത്തെ ഈ എപ്പിസോഡിന് ശേഷം നിങ്ങൾക്ക് ഡൗട്ടുകൾ ഉണ്ടായേക്കാം. ഈ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെയുള്ള
ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മളെ ടീമായിട്ട് സംസാരിക്കാം. അല്ലെങ്കിൽ ഇനി ഗസ്റ്റുമായിട്ട് നിങ്ങൾക്ക് ഒരു പെയ്ഡ് 1-on-1 കൺസൾട്ടേഷൻ വേണമെങ്കിൽ അതും ഈ ലിങ്കിൽ അവൈലബിൾ ആയിരിക്കും. സോ അവിടെ പോവുക, സാധനം ചെക്ക് ചെയ്യുക ആൻഡ് ഡു വാട്ട് ഈസ് നീഡഡ്.